സുവിശേഷ വേലയ്ക്ക് വേണ്ടി പൈസ ചെലവഴിക്കാതെ ക്രിസ്ത്യാനികൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ദൈവസനി മാരകമായ പാപമാണ്. ആ പാപത്തിന് നിത്യതയിൽ ദൈവസന്നിധിയിൽ കൈകെട്ടി നിൽക്കേണ്ടി വരും. അത് ചെയ്യുന്ന ലീഡർഷിപ്പ് മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ ദൈവത്തിന്റെ പ്രസാദം വേണ്ട അളവിൽ വരികയും. പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കേണ്ടതിന് ഓരോ ദിവസവും ദൈവം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങളുമായി പ്രിയപ്പെട്ടവരെ നമ്മോടൊപ്പം കർത്താവ് അയച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ അരുൺ ബേബിയാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ കേൾവിക്കാരാകുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ വലിയ വിടുതലിനും അനുഗ്രഹത്തിനും കാരണമായി തീരുമെന്ന് തന്നെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആകയാൽ ശ്രദ്ധയോടെ, സ്കിപ്പ് ചെയ്യാതെ, പ്രാർത്ഥനയോടെ അവസാനം വരെ ഈ വീഡിയോ നിങ്ങൾ കാണുകയും കേൾക്കുകയും അപ്പോൾ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് അവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടെ ആയിരിക്കാം, ശ്രദ്ധയോടെ ആയിരിക്കാം. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അരുൺ ബേബിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് ദൈവദാസനെ. കർത്താവിന്റെ ദാസനെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ പേര് പ്രിയ കർത്താവിന്റെ ദാസ് പറഞ്ഞ പോലെ അരുൺ ബേബി എന്നാണ്. ഞാൻ കോട്ടയം ജില്ലയിൽ ചിങ്ങവനത്താണ് ഇപ്പോൾ താമസിച്ച സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. എൻ്റെ സ്വന്തം ദേശം ഇടുക്കി ജില്ലയിൽ അടിമാലി അടുത്ത് പീച്ചാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാനും എൻ്റെ ഭാര്യയും 3 കുഞ്ഞുങ്ങളും, ദൈവം എനിക്ക് ദാനമായി തന്ന 3 കുഞ്ഞുങ്ങളും എൻ്റെ മാതാവും ഞങ്ങൾ ഒരുമിച്ചാണ് കോട്ടയത്ത് ഇപ്പോൾ താമസിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുന്നത്. ഞങ്ങളോടൊപ്പം ഇന്ന് ഈ സമയം ചെലവഴിക്കുവാൻ ദൈവം അനുവദിച്ച നല്ല സാഹചര്യത്തിന് നന്ദി പറയുന്നു. വിശേഷിച്ച് കർത്താവിൻ്റെ ദാസൻ ഡാനിയൽ ജോൺ പാസ്റ്ററേയും അരോമ ടിവിയെയും ശുശ്രൂഷകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മെ അവരെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു കർത്താവിൻ്റെ ദാസൻ അരുൺ ബേബി. പരിചയപ്പെടുത്തിന് വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയതായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിനുണ്ട് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നതിനായിട്ടുള്ള സമയങ്ങളെ വേർതിരിച്ചു കൊള്ളുന്നു. ആമേൻ, സ്തോത്രം. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വിശേഷിച്ച് ഈ അരോമ ടിവിയുടെ നേതൃത്വത്തിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഡാനിയൽ ജോൺ എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസനെ ഒരിക്കൽ കൂടി വന്ദനം ചെയ്യുന്നു. ഇതിന്റെ പ്രേക്ഷകരായിരിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ പേര് അരുൺ ബേബി എന്നാണ്. ഞാൻ ഇപ്പോൾ കോട്ടയം ചിങ്ങവനത്ത് കുടുംബമായിട്ട് താമസിച്ച് കർത്താവിന്റെ വേല കോട്ടയം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 6 വർഷമായുള്ളൂ. ഞാൻ ജനിച്ചു വളർന്ന ഇടുക്കി ജില്ലയിൽ അടിമാലി എന്ന് പറയുന്ന സ്ഥലത്തിനോടടുത്ത് പീച്ചാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. വളരെ ഒരു സാധാരണ ഗ്രാമപ്രദേശമാണത്. എൻ്റെ കുടുംബ പശ്ചാത്തലം, വിശ്വാസ പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരിടത്തരം യാക്കോബായ വിശ്വാസ പശ്ചാത്തലത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ പിതാവ് ഒരു ഇടത്തരം കർഷകനായിരുന്നു. എൻ്റെ മാതാവും അതിനോടനുബന്ധിച്ച് സഹായിയായി ചെറിയ കാർഷിക വൃത്തിയിൽ ജീവിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. എനിക്കൊരു സഹോദരനുണ്ട്. സഹോദരൻ ഇന്ന് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. അനൂപ് ബേബി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹവും തമിഴ്നാട് കേന്ദ്രീകരിച്ച് ഉള്ള ശുശ്രൂഷ നടക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ശുശ്രൂഷകനായി കേരളത്തിലും ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ച് സുവിശേഷ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിരിക്കുന്നു. അദ്ദേഹം വിവാഹിതനാണ്. ഒരു മകൻ അദ്ദേഹത്തിനുണ്ട്. എൻ്റെ പിതാവ് കഴിഞ്ഞ വർഷം 2024 നവംബർ മാസം 7-ാം തീയതി കർത്താവിന്റെ സന്നിധിയിലോട് ചേർക്കപ്പെടുകയുണ്ടായി. അതിനുശേഷം എൻ്റെ മാതാവും ഞാനും വൈഫും ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ ചിങ്ങവനത്ത് താമസിക്കും. എൻ്റെ ബാല്യകാലം എന്ന് പറയുന്നത്, എൻ്റെ പിതാവ് ഒരു ഇടത്തരം കർഷകനായിരുന്നുവെങ്കിലും നല്ല സ്നേഹസമ്പന്നനായ കുടുംബത്തെ പോറ്റി വളർത്തുന്ന ഒരു പിതാവായിരുന്നുവെങ്കിലും
എൻ്റെ പിതാവ് ഒരു മദ്യപാനം ശീലമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഞങ്ങളൊരു പാരമ്പര്യ ക്രൈസ്തവ കുടുംബത്തിന്റെ അംഗങ്ങളായിരുന്നു എങ്കിൽ തന്നെയും കൃത്യമായ ഒരു ഭവന പ്രാർത്ഥനയോ വേദപുസ്തകം പഠിക്കുന്ന സ്വഭാവമോ അല്ലെങ്കിൽ സഭാപരമായ വിശ്വാസ രീതികളിലൂടെ ദൈവത്തെ അനുഗമിക്കുകയോ ആരാധിക്കുകയോ ഒന്നും ചെയ്യുന്ന ഒരു നിർബന്ധമോ ഒരു ശീലമോ ഞങ്ങൾക്കില്ലായിരുന്നു. സാധാരണ അല്പം ഭക്തിയുള്ള യാക്കോബായ വിശ്വാസികളാണെങ്കിൽ കൃത്യമായ ഒരു പള്ളിയിൽ പോവുകയും എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യും. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഞങ്ങൾ അങ്ങനെ സഭാപരമായ വിശ്വാസങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ശീലം ഉള്ളൊരു ഫാമിലി അല്ലായിരുന്നു. അതിൻ്റെ അകത്തെ ചില കാര്യങ്ങൾ എൻ്റെ പിതാവിന് വിയോജിപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ സ്ഥലവും ഈ പള്ളി ഇരിക്കുന്ന സ്ഥലവുമായിട്ട് ഏകദേശം 7 കിലോമീറ്റർ ദൂരമുണ്ട്. ഞങ്ങളുടെ നാട് വാഹന സൗകര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നതുകൊണ്ട് പോയി വരിക എന്നുള്ളത് നടന്ന് 7 കിലോമീറ്ററും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോയി വരേണ്ടതുകൊണ്ട് എല്ലാ ഞായറാഴ്ചയും പള്ളി പോകുവാനായിട്ട് സാധിക്കുകയില്ലായിരുന്നു. ഇങ്ങനെ ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് പറയുകയാണെങ്കിൽ കഷ്ടാനുഭവ ആഴ്ചയിൽ പള്ളി പോകും, ഏതെങ്കിലും പള്ളി പെരുന്നാളുകളുള്ളപ്പോൾ പള്ളി പോകും. അങ്ങനെയൊക്കെയുള്ള വിശേഷ ദിവസങ്ങളിൽ പിന്നെ എൻ്റെ അമ്മ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, വളരെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഉള്ളപ്പോൾ പള്ളിയിലൊന്നും അന്നേരം ഒരു ആശ്വാസം കിട്ടും. ഞങ്ങൾ കൂടെ പോകും. ഏകദേശം ഒരു 18 വയസ്സ് വരെ ഞങ്ങളുടെ കുടുംബത്തിൽ മദ്യപാനത്തിന്റെ ആ ഒരു കാരണം നിമിത്തം വല്ലപ്പോഴും ഒക്കെ ഞങ്ങളുടെ ചാച്ചന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകത്തുള്ളൂ. എങ്കിലും അച്ചാച്ചൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. നന്നായിട്ട് മദ്യപിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൃത്യമായും ഒരു മദ്യപാനം നിരന്തരമായി ചെയ്തു വരുന്ന ഒരു പിതാവിന്റെ മക്കളായി ജീവിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് എന്തെല്ലാം ആ പിതാവ് കൊണ്ടുവന്ന് തന്നു എന്ന് പറഞ്ഞാലും നമുക്ക് ഒരിക്കലും ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ, ധൈര്യത്തോടെ, ആത്മവിശ്വാസത്തോടെ വളർന്നു വരാൻ കഴിയില്ല. ഇപ്പൊ സത്യത്തിൽ ദൈവം മുമ്പാകെ പറയുകയാണെങ്കിൽ പറയാം, ആഹാരത്തിന് കുറവില്ല, ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും തേടിത്തരുന്ന നല്ല ഉത്തരവാദിത്തമുള്ള ആ നിലയിൽ ഉത്തരവാദിത്തമുള്ള ഒരു പിതാവായിരുന്നെങ്കിലും ഞങ്ങളുടെ പിതാവിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയമായിരുന്നു. അതിന് മറ്റൊരു കാരണം, ഞങ്ങളുടെ പിതാവ് വളരെ കഠിനാധ്വാനം ചെയ്യുന്ന ഒരാളും ഒരു പ്രശ്നത്തെയും കണ്ട് ഭയപ്പെടുന്ന ആളുമല്ല. ഞങ്ങളുടെ ദേശത്ത് പല കാര്യങ്ങൾക്കും പരിഹാരത്തിന് വേണ്ടി ഞങ്ങളുടെ പിതാവിന്റെ അടുക്കലാണ് വന്നുകൊണ്ടിരുന്നത്. സ്തോത്രം. അങ്ങനെ വളരെ സംസാരിക്കാൻ കഴിവുള്ള വലിയ വലിയ പ്രശ്നങ്ങളെയും വളരെ നിസാരമായി കണ്ടുകൊണ്ട് അതിന് പരിഹാരം കണ്ടെത്തുന്നവനും ഏത് വലിയ വെല്ലുവിളികളെയും നമുക്ക് നോക്കാം എന്ന ഒറ്റ വാക്ക് പറഞ്ഞ് അതിനെ ഫേസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു ധീരനായ ഒരു പക്ഷേ മറ്റുള്ളവർക്ക് അല്പം ഭയം തോന്നത്തക്കതിലുള്ള ജീവിത ശൈലികൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ പിതാവ്. സമൂഹത്തിൽ ഒന്ന്, ഞങ്ങളുടെ പിതാവിന്റെ ഫാമിലിയിലെ 8ാമത്തെ മകനാണ്. അവർ 10 മക്കളാണ്. 8ാമത്തെ മകനാണ് എൻ്റെ പിതാവ്. ബാക്കി 7 സഹോദരങ്ങൾ, 2 സഹോദരിമാരാണ് ഉള്ളത്. അവര് ഇപ്പോൾ എൻ്റെ പിതാവിന് ഒരു സഹോദരി മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും മരണപ്പെട്ടു. ആ സഹോദരി വിശ്വാസത്തിലാണ്. ബാക്കി എൻ്റെ പിതാവിന്റെ 7 സഹോദരന്മാരും 2 സഹോദരിമാരിൽ ഒരു സഹോദരിയും കർത്താവിനെ വിശ്വാസം സ്വീകരിക്കാതെ തന്നെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയുണ്ട്. അതിൽ എല്ലാവരും തന്നെ ഒരാൾ ഒഴിച്ച്, ഒരാൾക്ക് ക്ഷയരോഗം വന്ന് മരിച്ചു. ബാക്കിയുള്ളവരെല്ലാവരും ക്യാൻസർ രോഗം വന്നാണ് മരിച്ചത്. 7 സഹോദരങ്ങളും ക്യാൻസർ രോഗം വന്ന, എൻ്റെ പിതാവ് ഉൾപ്പെടെ ക്യാൻസർ രോഗം വന്നാണ് മരിച്ചത്. എൻ്റെ പിതാവിന്റെ ഏറ്റവും ഇളയ സഹോദരി പെട്ടെന്ന് തലച്ചോറിൽ ഒരു സ്ട്രോക്ക് വന്ന് തിരുവല്ല ബിലിയേഴ്സ് ചർച്ചിൽ കൊണ്ടുവന്ന ലക്ഷങ്ങൾ മുടക്കിയിട്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാതെ ഏകദേശം 48 വയസ്സായപ്പോഴത്തേനും അവർ മരിച്ചവരുടെ. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരു സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഒരു നല്ല മരണമല്ല, എല്ലാവരും ദുരന്തങ്ങളായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ ഈ ആത്മീയ യാത്രയുടെ പ്രവർത്തകർ വരുമായിരുന്നു. ആ സമയത്ത് അവർ വന്ന് ഞങ്ങളുടെ വീടുകൾ കയറി ഇറങ്ങിയും തൊട്ടടുത്ത് അവരുടെ പല വീടുകളിൽ പ്രാർത്ഥന വയ്ക്കുമ്പോഴൊക്കെ ഞങ്ങൾ അവിടെ പോകും. ഞങ്ങൾക്ക് എന്തുകൊണ്ടോ എൻ്റെ ഹൃദയത്തിനകത്ത് ചെറുപ്പം തൊട്ടേ ദൈവവചനം കേൾക്കുന്നതിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. പള്ളി പോകുന്ന കാര്യമാണെങ്കിലും പള്ളിയിലെ പാട്ടുകളൊക്കെ പെട്ടെന്ന് എനിക്ക് മനസ്സിലാക്കി അത് പാടുമ്പോൾ ഒരു സമാധാനമൊക്കെ എനിക്ക് ലഭിക്കുമായിരുന്നു. ദൈവവചന പ്രകാരമുള്ള പാട്ടുകൾ അതൊക്കെ ഞാനിങ്ങനെ പാടിക്കൊണ്ട് നടക്കുമായിരുന്നു. ചെറുപ്പം തൊട്ടേ ആര് ദൈവവചനം പറഞ്ഞാലും എൻ്റെ മനസ്സിൽ അത് പെട്ടെന്ന് പതിയുകയും ഞാൻ ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്യുമായിരുന്നു. ഒരു നിഷേധ സ്വഭാവം എനിക്ക് ആ കാര്യത്തിൽ ഇല്ലായിരുന്നു. എന്നാൽ പെന്തക്കോസ്ത് വിശ്വാസങ്ങളെ കുറിച്ച് വലിയ ഒരു വേരോട്ടമുള്ള സ്ഥലമല്ല അന്നും ഇന്നും ഞങ്ങളുടെ നാട്. എന്നാൽ ഈ 2-3 വർഷങ്ങൾ കൊണ്ട് വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, പല ദൈവദാസന്മാരോടൊന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ആളുകൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഇതൊരു
കേവലം പെന്തക്കോസ്ത് വിശ്വാസം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബൈബിൾ പ്രഭാഷകരായിട്ടുള്ള ആൾക്കാരെ കുറിച്ച് ഞങ്ങളുടെ നാട്ടുകാർ ചിന്തിച്ചിരുന്നത് തികച്ചും ഇത് വളരെ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിൽ കിടക്കുന്ന ആളുകളുടെ ഒരു മാർഗമാണ്. ഇത് വലിയ വലിയ കുടുംബങ്ങളിലുള്ളവർക്കോ വലിയ കളറോ ആഭിജാത്യമോ വിദ്യാഭ്യാസം ഉള്ളവർക്കൊന്നും പറ്റിയ പണിയല്ല എന്ന് പൊതുവേ ഉള്ള ഒരു ചിന്താഗതി ഉള്ള ഒരു നാടാണ് ഞങ്ങളുടെ നാട്ടിൽ വളരെ ആദിവാസികളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പൊ അവിടെ ആദിവാസി വിഭാഗത്തിലുള്ള ആളുകൾ ഇങ്ങനെ കൈയടിച്ച് പ്രാർത്ഥിക്കാനും ഒക്കെ പോകുമ്പോൾ ഞങ്ങൾ കളിയാക്കിയിട്ടില്ലെങ്കിൽ പല ആളുകൾ കളിയാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പാസ്റ്റർ വന്നാൽ അദ്ദേഹം ആരാണെങ്കിലും ഒരു ദൈവവചനം പറയുന്ന ആളെന്ന നിലയിൽ എന്റെ പിതാവ് വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ്, എന്റെ മാതാവ് വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് അവരെ കൈക്കൊള്ളുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും, പൈസയൊന്നും അവർക്ക് കൊടുക്കത്തില്ല, നമ്മളതിനെ കുറിച്ച് നമുക്ക് അറിയത്തില്ല, അവരുടെ ബുദ്ധിമുട്ടുകളൊന്നും നമുക്കറിയത്തില്ല, ഇന്നത്തെ പോലെ അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവരെ സഹായിക്കുകയും ഒരു ദിവസം വീട്ടിൽ കിടക്കുകയൊക്കെ ചെയ്യാനോ ഒരു പ്രാർത്ഥന നടത്തിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ അങ്ങ് നടത്തിക്കോളാൻ പറയും. കാരണം അതിനൊന്നും ഞങ്ങൾ എതിര് പറയത്തില്ല. അങ്ങനെ പ്രാർത്ഥന നടത്തിയിട്ടുമുണ്ട് ദൈവദാസൻ. അപ്പോ ഒരിക്കലും ഒരു ദൈവദാസൻ പറയുകയുണ്ടായി, നിങ്ങളുടെ അമ്മേനെ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം ചില ദിവസങ്ങളായി ഞങ്ങൾ ഈ നാട്ടിൽ വന്ന് സുവിശേഷം വേല ചെയ്ത് അവിടെ താമസിക്കുന്നു. പക്ഷേ അവർ ആദിവാസി കുടിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ അമ്മ വിളിച്ച് അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുത്തു. ഞങ്ങൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ ദൈവദാസൻ ഞങ്ങളെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ജോർജ് എന്ന് പറയുന്ന അന്ന് ബിലീവേഴ്സ് ചർച്ചിന്റെ സഭകളുള്ള കാലഘട്ടത്തിലാണ്. ഇങ്ങനെ മറ്റ് സഭാവിഭാഗത്തിലേക്ക് തിരിയുന്നതിന് മുമ്പ് പെന്തക്കോസ്ത് സഭകളായി തുടരുന്ന സമയത്ത്, ആ സമയത്ത് കർത്താവിന്റെ ദാസൻ ഒരു ദിവസം നിറകണ്ണുകളോടെ ഞങ്ങൾ വിശ്വാസത്തിൽ വന്നപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ അമ്മയെ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം ഞാൻ വളരെ ദൂരെ സഞ്ചരിച്ച് വന്നപ്പോൾ ഒരു നേരത്തെ ആഹാരം ഉച്ചയ്ക്ക് കഴിഞ്ഞു. വളരെ അന്ന് അദ്ദേഹം പറഞ്ഞു, കാന്താരി മുളകാണ് കറി ആയിട്ടുള്ളത്, പക്ഷെ അതൊരിക്കലും മറക്കാൻ കഴിയില്ല, ഞാൻ തൃപ്തിയോടെ കഴിച്ചു ഓർക്കുന്നു എന്നൊക്കെ പറഞ്ഞത് ഞാൻ ഇപ്പൊ പെട്ടെന്ന് എന്റെ ഓർമ്മയിൽ വന്നത് അങ്ങ് പറയുക. സ്തോത്രം. അപ്പോ അങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ ആത്മീയ യാത്രയുടെ പ്രവർത്തകരോട് വരികയും ഞങ്ങൾ അവരുടെ കൂടെ തൊട്ടടുത്ത് ഉള്ള വീടുകളിൽ അവർ പ്രാർത്ഥനകൾ വയ്ക്കുകയൊക്കെ ചെയ്തു. അവിടെ ഒരു ഉണർവുണ്ടായി. ഉണർവിൽ കുറച്ചുപേര് രക്ഷിക്കപ്പെട്ടു. അവരൊക്കെ വിശ്വാസത്തിലേക്കും പ്രാർത്ഥനയ്ക്കും വന്നെങ്കിൽ അവരെല്ലാം പിന്നത്തേതിൽ പിന്മാറിപ്പോവുകയുണ്ടായി. എങ്കിലും ഞങ്ങൾ അവരുടെ കൂടെ നടന്ന് അവരുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് പോയിരിക്കുകയും ആ പ്രാർത്ഥനകളൊക്കെ ഞങ്ങൾക്ക് വലിയ സന്തോഷമായിരുന്നു. ഞങ്ങളുടെ അമ്മ പോവുമായിരുന്നു, ഞാൻ പോവുമായിരുന്നു. എന്റെ പിതാവിന്റെ ഇന്ന് രക്ഷിക്കപ്പെട്ട ജീവനോടെ ഇരിക്കുന്ന എന്റെ പിതാവിന്റെ സഹോദരിയും അവരുടെ മക്കളും അവരുടെ ഹസ്ബൻഡും, ഞങ്ങൾ അങ്കിൾ എന്ന് വിളിക്കുന്ന അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ബ്രദറിലെ ഒരു സുവിശേഷകനായിരുന്നു. അദ്ദേഹത്തിന് ക്യാൻസർ രോഗം വന്ന് അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ഇളയ മകൻ ഇന്ന് ബ്രദറിന് സുവിശേഷകനായി കറ്റാനത്ത് പ്രവർത്തിക്കുന്നു. അവർ വിശ്വാസത്തിലാണ്. മൂത്ത മകനും IPC സഭയിൽ ഒരു വിശ്വാസിയായ കർത്താവിനെ അറിഞ്ഞ് ഞങ്ങളുടെ സ്വദേശത്ത് പീച്ചാട് തന്നെ ഉണ്ട്. അപ്പൊ ഞങ്ങളെല്ലാം പോയി പ്രാർത്ഥനകൾ കൂടുകയും ആ സമയത്ത് ഞാൻ ഈ പറഞ്ഞ ബ്രദർ സഭയിൽ ഉള്ള എന്റെ പിതാവിന്റെ മൂത്ത സഹോദരിയുടെ 2 സഹോദരിമാരിൽ മൂത്ത സഹോദരിയുടെ ഭർത്താവ് കത്തിപ്പാറത്തടം എന്ന് പറയുന്ന ചേലച്ചോട്, ഇടുക്കി ചേലച്ചോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു യാക്കോബയിലെ ഒരു മത്തായി എന്ന് പറയുന്ന ഒരു അച്ഛൻ അവിടെ വന്ന് ചാർജ് എടുക്കുകയും ആ അച്ഛൻ വലിയ ഉണർവ് യോഗങ്ങൾ നടത്താൻ തുടങ്ങി. ആ അച്ഛൻ അന്യഭാഷ വരവുള്ള ഒരു അച്ഛനായിരുന്നു. അച്ഛൻ കൈകൊട്ടി ആരാധിക്കുകയും നമ്മുടെ പെന്തക്കോസ്ത് ഉണർവ് യോഗങ്ങൾ അദ്ദേഹം വെള്ളിയാഴ്ചകളിൽ നടത്താൻ തുടങ്ങി. സഭയിൽ വലിയ എതിർപ്പുകളൊക്കെ ഉണ്ടായെങ്കിലും ആ ഉണർവ് യോഗത്തിൽ ഈ ചാച്ചൻ രക്ഷിക്കപ്പെടുകയുണ്ടായി. അതായത് എന്റെ പിതാവിനും പുത്ര സഹോദരനും ഭർത്താവ്. അദ്ദേഹം വന്ന് ഞങ്ങളോട് പറയും, മോനെ കുരിശു വരയ്ക്കുന്നത് തെറ്റാണ്, മധ്യസ്ഥന്മാരില്ല, വേദോസ്തവ പ്രകാരമാണ് നമ്മൾ ജീവിക്കേണ്ടത്. അപ്പൊ ഞാൻ ചില സംശയങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. ഇപ്പൊ പള്ളിയിൽ ഇങ്ങനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നൊക്കെ പറഞ്ഞുള്ള പ്രാർത്ഥന ഉള്ളത്, ദൈവമേ നിനക്ക് സ്തുതി യോഗ്യമാവുന്നു. അപ്പൊ ഞാൻ ചോദിക്കുമായിരുന്നു, ചാച്ച ഇതൊക്കെ ചെയ്യുന്നത് ശരിയാണോ? അപ്പൊ ചാച്ചൻ പറയാം, അത് തെറ്റില്ല, പക്ഷേ മാതാവിനോടോ അല്ലെങ്കിൽ മധ്യസ്ഥന്മാരോടൊക്കെ പ്രാർത്ഥിക്കുന്നത് വേദപുസ്തക പ്രകാരം നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഇത് ഈ അച്ഛൻ തന്നെ പറഞ്ഞു പഠിപ്പിക്കും. അച്ഛൻ അതിനുകൊണ്ട് സമൂഹത്തിൽ എതിരുണ്ട്. ദൈവത്തിന്റെ കൃപയാൽ ആ അച്ഛൻ ഇന്ന് അമേരിക്കയിൽ ഉണ്ടെന്നാണ് ഞാൻ പിന്നത്തെ ഇതിൽ അറിഞ്ഞത്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോന്ന് അറിയില്ല. അദ്ദേഹം വിശ്വാസത്തിൽ വന്നു. അദ്ദേഹം അമേരിക്കയിൽ കുടുംബമായിട്ട് കർത്താവിന്റെ വേല ചെയ്യുന്നു. കുറെ നാളുകൾ അദ്ദേഹം ആ സഭയിൽ തന്നെ തുടർന്നു. എന്നാൽ കർത്താവ് അദ്ദേഹത്തെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് അറിയുവാനായിട്ട് ഇടവന്നു. ഈ ചാച്ചൻ ഈ യോഗങ്ങളിൽ പോയി, ചാച്ചൻ രഹസ്യമായി പോയി സ്നാനപ്പെട്ടു. അപ്പൊ അങ്ങനെ രഹസ്യമായി സ്നാനപ്പെട്ടിട്ട് ഈ ആന്റിയോട് വന്നു ഇതപ്പോൾ ആന്റി അന്ന് ഭയങ്കര എതിരായിരുന്നു. ആന്റി പറഞ്ഞു, നമ്മള് പാരമ്പര്യമായ യാക്കോബക്കാരാണ്, നമ്മുടെ
അപ്പനപ്പന്മാരായിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞ് ആന്റി പിന്തിരിപ്പിച്ചു. ചാച്ചൻ ആ പിന്തുണ കിട്ടാതെ വന്നപ്പോൾ ചാച്ചൻ അത് പഠിച്ചു. കുറെ നാൾ കഴിഞ്ഞപ്പോൾ ചാച്ചൻ കുറച്ച് പിന്മാറ്റത്തിൽ പോയി. പിന്നത്തേതിൽ ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോൾ ചാച്ചനെ ഉത്സാഹിപ്പിച്ച് ബൈബിൾ കോളേജ് വിട്ടു. ചാച്ചൻ വിശ്വാസത്തിൽ വന്ന് കർത്താവിന്റെ വേല ചെയ്ത് ചാച്ചന്റെ മകനെയും വിശ്വാസത്തിലേക്ക് നടത്താൻ ദൈവം എന്നെ സഹായിച്ചു. കർത്താവിലുള്ള വിശ്വാസത്തിൽ ഇരിക്കുമ്പോൾ, കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ അദ്ദേഹം കർത്താവിന്റെ സന്നിധിയിൽ നിത്യതയോട് ചേർക്കപ്പെടുകയുണ്ടായി. അപ്പം ഏകദേശം 18 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാനിങ്ങനെ കൺവെൻഷനുകളിലൊക്കെ പോകും. അങ്ങനെ എന്റെ ജീവിതത്തിൽ വലിയ ശൂന്യതാബോധങ്ങളും, വിദ്യാഭ്യാസം 10ാം ക്ലാസ്സിൽ ഞാൻ 3 വട്ടം എഴുതിയ പിന്നെയാണ് ജയിച്ചത്. അന്ന് എന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ, പഠിക്കാനുള്ള വൈഷമ്യം, ഏകദേശം 20ഓളം കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് ഞങ്ങൾ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാനായിട്ട് പോയത്. കാരണം അത്രയും ദൂരമുണ്ട്, സ്കൂളുകളൊന്നും അടുത്തില്ല. ഇപ്പോൾ സൗകര്യങ്ങൾ വർദ്ധിച്ചു ദൈവത്തിന്റെ വലിയ സഹായത്താൽ. രക്ഷിക്കപ്പെടുന്ന സമയത്ത് ഞങ്ങൾ ആ റോട്ടിലൂടെ നടന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ ഈ റോഡ് ടാർ ചെയ്യണം, ഇവിടെ ഇലക്ട്രിസിറ്റി വരണം. ഇപ്പോൾ ബസ് സൗകര്യങ്ങളായി, ടാറായി, എന്തെല്ലാം വന്ന് ദൈവസേനയിൽ രാത്രിയിൽ നടന്നു വരുമ്പോൾ പ്രാർത്ഥിക്കുമോ അതെല്ലാം ദൈവം എന്ന ദേശത്ത് കൊണ്ടുവന്നു. ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകളിലൂടെ ദൈവം അത് പ്രയോജനപ്പെടുത്തി എന്നെയാണ് ചിന്തിക്കുന്നത്. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞങ്ങളുടെ ഗ്രാമത്തിന് ഒത്തിരി വ്യത്യാസങ്ങൾ വന്നു. പല സുവിശേഷ യോഗങ്ങൾ ഞങ്ങൾ നടത്തി വന്നു. അപ്പം ഒരുപാട് അങ്ങനെ എൻ്റെ ഗ്രാമത്തിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് 18 വർഷങ്ങൾക്ക് മുമ്പ് വിശ്വാസത്തിലേക്ക് വന്നു. 20 വർഷത്തോളമായിട്ടുണ്ടാവും ഏകദേശം. വിശ്വാസത്തിലേക്ക് വന്നു. വിശ്വാസത്തിൽ യേശുവിനെ ഞാൻ കൺവെൻഷനുകൾക്ക് പോയി. ഈ പ്രസംഗം കഴിയുമ്പോൾ അദ്ദേഹം എന്താ പ്രസംഗിച്ചതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിലും രക്ഷിക്കപ്പെടാൻ താല്പര്യമുള്ളവർ കൈവെക്കാൻ പറയുമ്പോൾ എങ്ങനെയോ അറിയാതെ എന്റെ കൈ പൊങ്ങി. അങ്ങനെ പല കൺവെൻഷനുകളിൽ പോയി അറിയാതെ എന്റെ കൈകൾ പൊങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് അവർ ചൊല്ലിത്തരുന്ന രക്ഷാവാചകങ്ങൾ ഞാൻ ഏറ്റു ചൊല്ലും. വീട്ടിൽ വന്ന് ഞാൻ വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ശരീരത്തെല്ലാം ഒരു ശക്തി ഇറങ്ങുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. ഞാൻ ബൈബിളുകൾ വായിക്കാൻ തുടങ്ങും. എന്റെ പിതാവ് മദ്യപിക്കുന്ന ആളാണെങ്കിൽ എല്ലാ ദിവസവും ഞങ്ങളെ കൊണ്ട് ബൈബിൾ വായിപ്പിക്കുക. അപ്പം പിതാവിനെ ബോധിപ്പിക്കാൻ അന്ന് വായിക്കുമായിരുന്നു. അന്ന് ഞങ്ങളുടെ വല്യപ്പൻ ഞങ്ങളുടെ കൂടെയാണ്. അദ്ദേഹം ഒരു 100ഓളം വയസ്സായപ്പോഴാണ് മരിച്ചത്. അദ്ദേഹവും ബൈബിളിലെ നല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നു. പെന്തക്കോസ്ത് വിശ്വാസങ്ങളൊന്നും ഇഷ്ടമില്ലായിരുന്നു, എങ്കിലും ബൈബിളിലെ നല്ല കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞു തരും. അദ്ദേഹം ഒരു നീതിമാനും നിഷ്കളങ്കനുമായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം അറിഞ്ഞ വിശ്വാസ മാർഗത്തിൽ ആരെയും വഞ്ചിക്കാതെ ഞങ്ങൾ ഒരു തെറ്റ് ചെയ്താൽ അപ്പോൾ തന്നെ ശാസിക്കുകയും മറ്റൊരാൾക്ക് അദ്ദേഹം ഒന്നും കൊടുക്കത്തില്ല, അദ്ദേഹത്തിന് മറ്റൊരാളുടെ ഒന്നും വേണ്ട, അങ്ങനത്തെ ഒരു ആ നിലയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് മാത്യൂസ് എന്നാണ്. 100ഓളം വയസ്സ് വരെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ആരോഗ്യവാനായി ഒരു 20-30 ദിവസം മാത്രമേ ക്ഷീണിതനായി അദ്ദേഹം കിടന്നുള്ളൂ. നല്ലൊരു മനുഷ്യനാണ്. ദേശത്ത് വലിയ സാക്ഷ്യമുള്ള ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെയുള്ള ചില നല്ല അനുഭവങ്ങളൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അനുവദിച്ചു. അങ്ങനെ ഞാൻ രക്ഷയിലേക്ക് കടന്നു വന്നു. ഈ കൺവെൻഷനെല്ലാം രക്ഷയിലേക്ക് കടന്നു വന്നു. എന്റെ ജീവിതത്തിനകത്ത് ഭയങ്കര സമാധാനമുണ്ടായി. അതുവരെ ഇല്ലാത്ത ആ സമാധാനം രക്ഷിക്കപ്പെടുമ്പോൾ യേശു ഹൃദയത്തിൽ വന്നപ്പോൾ ഉണ്ടായി. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പള്ളികളിൽ അങ്ങനെ ഒന്ന് പോയാലും കുരിശു വരയ്ക്കുന്ന സമയത്ത് ഞാൻ കൈയും കെട്ടി നിൽക്കും. അങ്ങനെ ആചാരങ്ങൾ, ക്രിയകളൊക്കെ ഞാൻ റിജക്ട് ചെയ്യും. അവിടെ പറയുന്നത് ദൈവവചനപ്രകാരമുള്ള കാര്യങ്ങൾ മാത്രം എടുക്കും. അങ്ങനെ ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് എന്റെ വിദ്യാഭ്യാസത്തിൽ 10ാം ക്ലാസ് ഞാൻ 3ാം വട്ടമാണ് എഴുതി ജയിച്ചത്. അതും 211 മാർക്ക് കൃത്യം ജയിക്കാനുള്ള മാർക്ക് എനിക്ക് ലഭിച്ചു. അതിനുശേഷം ഞാൻ +2 പോയി. ആ സമയത്ത് എന്റെ പിതാവിന് പല കേസുകളുണ്ടായി, പല നിലയിലുള്ള കേസുകളുണ്ടായി. അത് ഞാൻ ഓപ്പണായിട്ട് പറയുന്നില്ല. പല കേസുകളുണ്ടായി. അതെല്ലാം സഹോദരങ്ങളോടുള്ള സ്നേഹം നിമിത്തം അവരെ സഹായിക്കാൻ ചെന്ന് പെട്ടതാണ് 2 കേസുകൾ. ബാക്കി വന്നത് ഞങ്ങളുടെ നാട്ടിൽ ഒത്തിരി മരങ്ങൾ മുറിച്ചതിന്റെ പേരിൽ ഫോറസ്റ്റിലെ കുറെ കേസുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി കോടതിയും വക്കീലും ഫോറസ്റ്റുകാരും പോലീസുകാരും ഒക്കെ ആയിട്ട് ഒത്തിരി കഷ്ടതകൾ ആ സമയത്ത് ഞങ്ങളും അതിൻ്റെ അകത്ത് ജാമ്യക്കാരെയൊക്കെ തേടാനൊക്കെ പോയ ഒത്തിരി ചരിത്രങ്ങളുണ്ട്. അതും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു തിക്താനുഭവങ്ങളാണ്, നിന്ദയുടെ അനുഭവങ്ങളായിരുന്നു. അതുകൊണ്ട് ദേശക്കാരെ ഞങ്ങൾ നേരിട്ട് നിന്ദിക്കത്തില്ലെങ്കിലും ഞങ്ങളെ കാണുമ്പോൾ നിന്ന ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു നിന്ദിക്കപ്പെട്ട കുടുംബം, തകർന്ന കുടുംബം, ശാപം കയറിയ കുടുംബം, ഉയരാൻ കഴിയാതെ കിടന്നു, തല ഉയർത്തുവാൻ കഴിയാത്ത കിടന്നൊരു കുടുംബമായിരുന്നു. ഞങ്ങൾക്ക് അന്ന് 9 ഏക്കർ സ്ഥലം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഈ 9 ഏക്കർ സ്ഥലം ഉള്ളപ്പോഴും ഞങ്ങൾക്ക് നല്ലൊരു വീടോ ആ വീടിന് നല്ലൊരു കതകോ ഒന്നുമില്ല. ആഹാരം സമൃദ്ധിയായിട്ടുണ്ട്, വസ്ത്രം സമൃദ്ധിയായിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ വീടും സാഹചര്യങ്ങളെല്ലാം വന്നു കണ്ടു കഴിഞ്ഞാൽ ഇന്ന് അങ്ങനത്തെ വീടുകൾ ഉള്ളവർ ഉണ്ടോ എന്നുള്ളത് ഇപ്പം ദൈവാസനമൊക്കെ പ്രവർത്തിക്കുന്ന ഗുജറാത്തിലും അങ്ങനെയുള്ള ഏരിയകളിലൊക്കെ ഉള്ള ആളുകളിൽ ചിലപ്പോൾ ഉണ്ടാവാം.
പക്ഷെ കേരളത്തിൽ വളരെ വിദൂരമായിട്ട് ആദിവാസികളായിട്ടുള്ള ആളുകൾക്ക് പോലും ഇന്ന് ഗവൺമെന്റ് നല്ല വീട് സൗകര്യം എല്ലാം കൊടുക്കുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു. പരമ്പ് കൊണ്ട് മറച്ച, തടിയറുത്ത് പലക വെച്ച് മറച്ച വീടിന് വാതിലുകൾ ഇല്ലാത്ത വർഷങ്ങളുണ്ടായിരുന്നു. എന്നാൽ അവിടെ ഒന്നും കള്ളന്മാരോ ഞങ്ങൾക്കൊരു ഭയമൊന്നും ഉണ്ടായിട്ടില്ല. ഒരു വനത്തിനോടടുത്ത സ്ഥലമാണ് ഞങ്ങളുടെ വീട്. അങ്ങനെയായിരുന്നു. ഒരു പുരോഗതി, ഒരു നിലയിലും ഒരു ക്രമമോ പുരോഗതിയോ ഉയർച്ചകളോ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാതെ കിടന്ന ഒരു സാഹചര്യം. ഞങ്ങളുടെ പിതാവ് രക്ഷിക്കപ്പെട്ടപ്പോൾ അതിനൊരു ഉത്തരം പറഞ്ഞു, മോനെ, എനിക്ക് 10 വർഷം മുമ്പുണ്ടായ ഒരു ബോധ്യം ഒരു 20 വർഷം മുമ്പുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ ഇതാകത്തില്ലായിരുന്നു മകനെ എന്ന സങ്കടത്തോടെ, നിന്നെ ഞാൻ നന്നായിട്ട് പഠിപ്പിക്കുമായിരുന്നു എന്നൊക്കെ സങ്കടപ്പെട്ട. കാരണം അദ്ദേഹത്തിന്റെ ഹൃദയം അന്ന്, ബുദ്ധി അന്ന് പിശാച് അടച്ചു വെച്ചിരുന്നു. എന്നിട്ട് അദ്ദേഹം നെടുവീർപ്പെട്ട് സ്വയം ആശ്വസിപ്പിക്കും, എല്ലാത്തിനും ഒരു കാലമുണ്ടല്ലോ, ഒരുപാട് കാലങ്ങൾ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്റെ പ്രേക്ഷകരായിരിക്കുന്നവർ മനസ്സിലാക്കണം. വർഷങ്ങൾക്ക് മുമ്പ് പല സുവിശേഷകർ അവരുടെ വീടുകളിൽ വന്നതാണ്. എന്റെ പിതാവിനെ പഠിപ്പിച്ചത് കമ്പളികണ്ഠം സ്കൂളിൽ എബ്രഹാം സാർ എന്ന് പറയുന്ന ഒരു പെന്തക്കോസ് വിശ്വാസി, ഗാന്ധിയനായിട്ടുള്ള പെന്തക്കോസ് സമൂഹത്തിൽ വളരെ സുപരിചിതനായ ഒരു പഴയകാല വിശ്വാസിയായിരുന്നു. അദ്ദേഹം എന്റെ പിതാവിന്റെ ആത്മസുഹൃത്തായിരുന്നു. എന്നിട്ടും അവർ രക്ഷാവചനം സ്വീകരിച്ചില്ല. അന്ന് പറയുമായിരുന്നു, എന്റെ പിതാവിനോടൊക്കെ പറയുമായിരുന്നു അവരുടെ വീട്ടിൽ പ്രാർത്ഥന അനുസരിക്കുമ്പോൾ. അന്ന് പാരമ്പര്യ വിശ്വാസങ്ങളെ സ്വീകരിച്ചു പോയത് കൊണ്ട് അന്നേ ദൈവം സന്ദർശിച്ചെങ്കിലും അതിലേക്ക് വരാനായിട്ട് എന്തുകൊണ്ട് അവർക്ക് കഴിഞ്ഞില്ല. അതിൻ്റെ അകത്ത് ഇവരുടെ കുഴപ്പങ്ങളുണ്ടാകും. കാരണം സുവിശേഷം അവരെ തേടി ചെന്നാണ്. ഏറ്റവും മാന്യനായ സമൂഹത്തിൽ ഇവരെ പഠിപ്പിച്ച സ്കൂളിലെ പ്രധാന അധ്യാപകനും കുടുംബവും വിശ്വാസത്തിൽ വന്നിരിക്കെ അവർ മർത്തോമക്കാരായിരുന്നു. അവർ തിരുവല്ലയിൽ നിന്ന് അവിടെ കുടിയേറി പാർത്ത് അവിടെ ജോലി ചെയ്യുകയും ഗാന്ധിയനായ, അടുത്തിടയ്ക്കാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹത്തിന്റെ മരുമകൻ അടിമാലി ഷാരോണിലെ സെൻട്രൽ പാസ്റ്ററാണ്. ഇന്ന് ഷാരോൺ സഭയിലെ ഒരു ഉയർന്ന പ്രസ്ഥാനത്തിലെ ഉയർന്ന സ്ഥാനത്ത് ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഒരു സജ്ജി എന്ന് പറയുന്ന ഒരു കർത്താവിനദാസ്. അദ്ദേഹത്തിന്റെ വൈഫിന്റെ പിതാവാണെന്നാണ് എൻ്റെ ചിന്ത. അവരൊക്കെ പറഞ്ഞിട്ട് അന്നത്തെ പാരമ്പര്യങ്ങളിൽ വിശ്വസിച്ചവർ പോയത് കൊണ്ട് വളരെ വൈകിയാണ് ഈ സുവിശേഷത്തെ എൻ്റെ പിതാവ് മനസ്സിലാക്കി. ഞാൻ വിശ്വാസത്തിൽ വന്ന ശേഷമാണ് മനസ്സിലാക്കിയത്. അതുകൊണ്ട് മുന്നമേ ദൈവം അഴിക്കാനിരുന്ന ശാപങ്ങളും ഇരുളുകളും കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ യേശുവിനെ സ്വീകരിക്കേണ്ട സമയത്ത് സ്വീകരിക്കാത്തത് കൊണ്ട് അനുഭവിച്ച് ജീവിതത്തിന്റെ അവസാനത്തെ കടശി 10 വർഷത്തിന് മുമ്പാണ് എൻ്റെ പിതാവ് ഈ ദൈവസന്നിധിയിൽ വന്നത്. അതിന്റെ ഒരുപാട് ഉയർച്ചകളും മാറ്റങ്ങളും സാക്ഷ്യങ്ങളും പറയാതെ തന്നെ എൻ്റെ പിതാവ് ദേശത്തോടെ ഇറങ്ങി നടക്കുമ്പോൾ 5ാമത്തെ ഒരു സാക്ഷ്യമാണ്. സുവിശേഷ യോഗം നടത്തുന്നതിനേക്കാൾ എഫക്റ്റീവാണ്. എൻ്റെ പിതാവിന്റെ ഒഫീഷ്യൽ നെയിം എബ്രഹാം എന്നാണ്, നാട്ടിൽ വിളിക്കുന്ന ബേബിയാണ്. ബേബിച്ചേട്ടന് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായോ എന്ന് പറയാതെ തന്നെ ആളുകൾ വായിച്ചെടുക്കുന്ന ഒരു വ്യക്തിത്വമാക്കി ദൈവം മാറ്റി. കാരണം ആ നിലയിൽ സമൂഹത്തിൽ നിന്നൊരു വ്യക്തിയാണ്. അങ്ങനെ അന്ന് സ്വീകരിക്കാത്തത് കൊണ്ട് വളരെ അപകടങ്ങളിലും അനർത്ഥങ്ങളിലും അനാവശ്യമായ കേസുകളിലെല്ലാം അകപ്പെട്ട് ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വന്നു. നിന്നാപാത്രമായ ഇരുള് നിറഞ്ഞ കഷ്ടങ്ങളും നഷ്ടങ്ങളും തല ഉയർത്താൻ കഴിയാത്ത അനേക മുഖങ്ങളുള്ള വ്യക്തികളും കുടുംബവുമായിരുന്നു ഞങ്ങളുടെ കുടുംബം. അങ്ങനെ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു. ഞാൻ രക്ഷിക്കപ്പെട്ടു കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ. അപ്പൊ ഞങ്ങളുടെ അടുത്ത് പ്രാർത്ഥനകളൊന്നുമില്ല. ഞങ്ങളുടെ നാട്ടില് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു പാസ്റ്റർ വന്നു. ആ പാസ്റ്ററുമായിട്ട് സഹകരിച്ചു. ഇങ്ങനെ പാസ്റ്റർ കൂടെ നടക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ എനിക്ക് എൻ്റെ വിദ്യാഭ്യാസം പരാജയപ്പെട്ടു. +2 ഞാൻ 3ാമത്തെ തവണ എഴുതിയാണ് ജയിച്ചത്. അപ്പൊ എൻ്റെ ചിന്ത അന്ന് വന്നത്, ഞങ്ങളുടെ സ്വന്തക്കാരിൽ ചില ആൾക്കാർ കുറച്ച് സാമ്പത്തികമായിട്ട് പുരോഗതി പ്രാപിച്ചവരായി നിൽക്കുമ്പോൾ അവരൊക്കെ ഞങ്ങളെ വേണ്ട വിധത്തിൽ അംഗീകരിക്കാത്തത് കൊണ്ട് എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത കയറി വന്നു, പണം ഉണ്ടാക്കണം, എങ്ങനെയും പണം ഉണ്ടാക്കി സമൂഹത്തിൽ ഒരു നല്ല നിലവാരം. അതിന് കൃഷി ചെയ്യാനും ബാങ്കിലെ ചെറിയ ലോണുകളൊക്കെ എടുത്ത് അന്ന് PMRY സ്കീം എന്ന് പറയുന്ന 10ാം ക്ലാസ് വരെ പഠിച്ചവർക്ക് ഗവൺമെന്റ് 1 ലക്ഷം രൂപ ലോൺ കൊടുക്കും. അപ്പൊ ചെറിയൊരു ഡയറി ഫാം ഒക്കെ തുടങ്ങി. അങ്ങനെ അത് സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. വലിയ വലിയ സ്പൈസസിന്റെ ബിസിനസ്. അങ്ങനെ നാട്ടിൽ ഒത്തിരി സ്പൈസസ് സാധനങ്ങളൊക്കെ കിട്ടും. അങ്ങനെ 2ലധികം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഇറങ്ങിത്തിരിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷെ അതെല്ലാം ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരു വിശ്വാസം ഉണ്ടെങ്കിലും അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം ഇല്ലാത്ത വ്യക്തിയായിരുന്നു. അതെല്ലാം ആരംഭത്തിൽ തന്നെ അതിന്റെ തിരിച്ചടികൾ നേരിട്ടപ്പോൾ പിന്നെ ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ ധൈര്യമില്ലാത്തതുകൊണ്ടെല്ലാം പരാജയം. അപ്പൊ തികച്ചും
വിദ്യാഭ്യാസവും ചെയ്യുന്നതെല്ലാം പരാജയമാണെന്ന് തോന്നി മുന്നോട്ട് പോകാൻ ഒരു പ്രതീക്ഷയില്ലാതെ എല്ലാ ആമേൻ പ്രത്യാശയും കൈവിട്ടു. ഭാവിയിൽ ഇനി ഒന്നുമില്ല. ഇനി ഒരുപാട് ഭാവിയെക്കുറിച്ച് ആഗ്രഹമുണ്ടെങ്കിലും ഭാവി ഒരു നല്ല തീരത്ത് ഒരു വഴിക്കും എത്തുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ് ചില രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എത്തി. അവിടെയും പോകുമ്പോൾ ചില ഉയർച്ചകൾ കിട്ടിയെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഇതല്ല നിന്റെ മാർഗമെന്ന് എവിടുന്നോ സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതൊന്നും ഒരു സംതൃപ്തിയോടും 100% ആത്മവിശ്വാസത്തോടും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ദുഃഖിതനാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ രക്ഷയിലേക്ക് വരുന്നത്. രക്ഷയിൽ വന്നപ്പോൾ എൻ്റെ ഈ ദുഃഖങ്ങളൊക്കെ മാറി, പ്രത്യാശ ഉണ്ടാവാൻ തുടങ്ങി. എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കാൻ തുടങ്ങി. എൻ്റെ മനസ്സ് നിറയെ സന്തോഷം കൊണ്ടും സമാധാനം കൊണ്ടും നിറഞ്ഞു. അപ്പൊ എനിക്ക് ഞാനൊരു ഉള്ളിന്റെ ഉള്ളിൽ ഇനി ഈ ദൈവം മതി, വേറെ ഒന്നുമില്ലെങ്കിൽ ഈ ദൈവം മതി, ഈ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചു. അപ്പൊ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചു. അപ്പൊ പള്ളിയിൽ പോകണമെന്നോ പെന്തക്കോസ്ത് കൂട്ടായ്മകളിൽ പോകണമെന്നോ ഒന്നും അറിയത്തില്ല. എങ്കിൽ ഞാൻ പ്രാർത്ഥിക്കും, വല്ലപ്പോഴും ഒക്കെ പള്ളിയിൽ പോകും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ജയേഷ് എന്ന് പറഞ്ഞൊരു സാറ് ഞങ്ങളുടെ നാട്ടിൽ വന്നു. ഒത്തിരി പേര് സംഘടിപ്പിച്ചു. അദ്ദേഹം ഒരു പാസ്റ്ററാണ്. അദ്ദേഹത്തിന്റെ കൂടെ ഞാനും പോയി. അപ്പൊ ഈ ഇടക്കാലം കൊണ്ടെല്ലാം പല പാസ്റ്റർമാരൊക്കെ ആയിട്ട് ചെറിയ ബന്ധങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ സമയത്ത് ബിലീവേഴ്സ് ചർച്ചിലെ ബൈബിൾ കോളേജിലെ ഒരു നോട്ടീസ് എന്റെ കയ്യിൽ കിട്ടി. അപ്പൊ ഈ ബിലീവേഴ്സ് ചർച്ച് ഞങ്ങളുടെ നാട്ടിൽ തൊട്ടടുത്ത് ഒരു ബിലീവേഴ്സ് ചർച്ച് ഉള്ളു. ആ ചർച്ചിലെ പാസ്റ്റേഴ്സ് എല്ലാ വർഷത്തെ ആണ്ടർതി യോഗത്തിന് ഞങ്ങളെ വന്ന് വീട്ടിൽ വിളിക്കും. ഞങ്ങൾ അതിന് പോകുമ്പോൾ നല്ല രസമാണ്. ഞങ്ങള് എല്ലാ വർഷത്തിന്റെ അവസാനം ഒരു കാല് മുന്നോട്ട് എടുത്തു വെച്ച് പുതിയ വർഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അതൊക്കെ ഞങ്ങൾക്ക് ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. അപ്പം ഞങ്ങൾ പോകും. അന്ന് ഭക്ഷണമുണ്ട്. ഞങ്ങൾക്ക് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടില്ല, എങ്കിലും ഒരു പ്രത്യേക സന്തോഷം. എങ്കിലും ഒരു ചമ്മലുണ്ട് താനും. കാരണം പെന്തക്കോസ്ത് പള്ളിയിൽ പോകുന്നതിന്റെ ഒരു ജാള്യതയുണ്ട്. അതൊന്നും അറിയിച്ചില്ലെങ്കിൽ ഞങ്ങൾ പോകും. അപ്പൊ അവിടെ അന്ന് വന്നിരുന്ന പാസ്റ്റർ ഈ ബൈബിൾ കോളേജുകളിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യണം അവരുടെ സഭയുടെ ഒരു സംവിധാനം വെച്ച്. അപ്പൊ എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും ഇത് തന്നു. ഇപ്പൊ സത്യത്തിൽ ഞാൻ തുറന്നു പറയാണ്, ഞാൻ സത്യത്തിൽ ബൈബിൾ കോളേജിൽ പോയത് ഒരു സുവിശേഷ വേലക്കാരനാകാൻ വേണ്ടിയിട്ടല്ല. ഒരു യാക്കോബക്കാരനായി തന്നെ നിൽക്കണം. അപ്പോൾ തന്നെ ബൈബിൾ കോളേജിൽ പോയൊരു ബൈബിൾ ഡിഗ്രികൾ എടുക്കണം, ഒരു ബൈബിൾ ടീച്ചർ ആകണം. അപ്പൊ നാട്ടുകാരുടെ മുമ്പിൽ എനിക്ക് പറയാലോ, ഞാനൊരു ബൈബിൾ ടീച്ചറാണ്, എനിക്കൊരു പ്രൊഫഷൻ ആകും, വിദ്യാഭ്യാസമാവും, എനിക്കൊരു ഭാവി ആകുമെന്ന് ഓർത്താണ് ഞാൻ എൻ്റെ ആ നിലയിലേക്ക് എൻ്റെ ചിന്ത തിരിക്കുന്നത്. പക്ഷെ ദൈവം എല്ലാം അറിയുന്നുണ്ട്. നമ്മൾ അങ്ങനെ ചിന്തിച്ചാലും സമയമാകുമ്പോൾ ദൈവം നമ്മുടെ തെറ്റിദ്ധാരണകളെ മാറ്റും. പത്രോസിന് തുപ്പട്ടി ഇറക്കി കൊടുത്തപ്പോൾ പത്രോസിന് തെറ്റായ ധാരണ വന്നപ്പോൾ ദൈവം ശരി എന്തെന്ന് കാണിച്ചു കൊടുത്തതുപോലെ നമ്മൾ പോകേണ്ടുന്ന വഴി തക്ക സമയത്ത് കാണിച്ചു തരുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ അനുഭവിച്ചത്. അപ്പം ആ ദൈവാസം പറഞ്ഞു, നമുക്ക് മോനെ ഞാൻ നിന്നെ ബിലീവേഴ്സ് ചർച്ചിൽ വിടാമോ? അപ്പൊ ഈ ബിലീവേഴ്സ് ചർച്ചിലേക്ക് വിടാമെന്ന് അദ്ദേഹം താല്പര്യപ്പെട്ടിരിക്കുമ്പോൾ ജയേഷ് സാർ എന്ന് പറയുന്ന പാസ്റ്ററോട് പരിചയപ്പെട്ടു. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു. പുള്ളി പറഞ്ഞു, മോനെ നീ അവിടെ പോകണ്ട, നീ തിരുവല്ലയിൽ ചർച്ച് ഓഫ് ഗോഡിന്റെ ഒരു ബൈബിൾ കോളേജ് ഉണ്ട്, ഞാൻ നിന്നെ അവിടെ വിടാം, നീ അവിടെ പോകുന്നതാണ് കുറച്ചുകൂടി നിനക്ക് നല്ലതെന്ന് തോന്നുന്നു. ഇപ്പൊ എന്നെ ആ വഴിക്ക് തിരിക്കാൻ മാത്രമായിട്ടാണ് ജയേഷ് സാർ എന്ന് പറയുന്ന ആ പാസ്റ്ററെ ഞാൻ കണ്ടുമുട്ടുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ, അദ്ദേഹം ചെറിയ സ്കൂളുകളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു രാജാക്കാട്. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ പോയി കുറച്ച് ദിവസങ്ങൾ അവിടെ താമസിച്ചു. താമസിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം എന്നെ ആ സ്കൂളിൽ ബൈബിൾ കോളേജിലേക്ക്, അദ്ദേഹം ആ ബൈബിൾ കോളേജിലെ നല്ല സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പം ചർച്ച് ബോർഡിലെ ഇന്നത്തെ വെസ്റ്റ് ഏഷ്യൻ സൂപ്രണ്ട് ആയിരിക്കുന്ന സി തോമസ് സാർ എന്ന് പറയുന്ന കർത്താവിന്റെ ദാസൻ നേരത്തെ ഓവർസിയർ ആയിരുന്നു. ഇതിനു മുമ്പിലത്തെ ഓവർസിയർ ആയിരുന്നു. അദ്ദേഹം അവിടുത്തെ പ്രിൻസിപ്പൾ ആയിരിക്കുമ്പോൾ ചർച്ച് ബോർഡിലെ സ്റ്റേഡിയം ചർച്ചും കൺവെൻഷനുകൾ നടക്കുന്ന അവിടെയുള്ള ICTS എന്ന് പറയുന്ന ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് തിയോളജിക്കൽ സെമിനാരിയിലേക്ക് ഈ ജയേഷ് സാറ് എനിക്ക് അവിടെ അഡ്മിഷൻ പഠിച്ചു. അപ്പോൾ എന്റെ ചിന്ത ഒരു പാസ്റ്റർ ആകുമെന്നോ സുവിശേഷകനാകുമെന്നോ ഒന്നുമല്ല. പോയി പഠിക്കണം, ഡിഗ്രി എടുക്കണം, ഒരു ബൈബിൾ ടീച്ചർ ആകണം, അങ്ങനെ സമൂഹത്തിൽ ഒരു അധ്യാപകനാണെന്ന് പറയണം, ഒരു നല്ല നിലവാരത്തിൽ ഒരു പൊസിഷൻ ആവുമല്ലോ, തകർന്നു പോയ എന്റെ ജീവിതത്തിന് ഒരു ഐഡന്റിറ്റി ആവുമല്ലോ എന്ന് ഓർത്ത് മാത്രമാണ്. അപ്പൊ തന്നെ എനിക്കറിയാം, വിശ്വസിക്കുക സ്നാനമേൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്നുള്ള വചനം എൻ്റെ ഉള്ളിനകത്തുണ്ട്. ഞാൻ സ്നാനപ്പെടാനും എനിക്ക് ആഗ്രഹമുണ്ട്. സ്നാനം സത്യമാണെന്ന് എനിക്കറിയാം. ഞാൻ സ്നാനപ്പെടാതെയാണ് ബൈബിൾ കോളേജിൽ പോകും. ബൈബിൾ കോളേജിൽ ചെന്നു. ഈ സാർ എന്നെ കണ്ടപ്പോൾ സാറിന് മനസ്സിലായി എന്നിൽ ഒരു ദൈവവിളിയുണ്ട്. പക്ഷെ സാറ്, എനിക്കത് മനസ്സിലായിട്ടില്ല, പക്ഷെ സാറിന് മനസ്സിലായി.
സാർ എന്നെ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്വീകരിച്ചു. എന്നെ ഇന്റർവ്യൂ ചെയ്തു. എനിക്ക് അഡ്മിഷൻ തന്നു. അഡ്മിഷൻ തന്ന ആദ്യത്തെ 1 മാസം ഞാൻ അവിടെ താമസിച്ചപ്പോ എനിക്ക് മനസ്സിലായി. അപ്പൊ എന്നോട് AG-യിലുള്ള ഇസാഫി വർക്ക് ചെയ്യുന്ന ഒരു സാറ്, ഈ ജയേഷ് സാറിന്റെ കൂടെ ഞാൻ താമസിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, മോനെ, ബൈബിൾ കോളേജ് എന്ന് പറയുന്നത് വിശുദ്ധന്മാരുടെ സ്ഥലം ആണെന്ന് നീ ചിന്തിക്കരുത്. അവിടെ എല്ലാ വക ആളുകളും വരും. അവിടെ സ്വയമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് നിൽക്കണം എന്തുകൊണ്ടോ അദ്ദേഹം എന്നോട് പറഞ്ഞു. അപ്പൊ ഈ ബൈബിൾ കോളേജ് എന്ന ആദ്യത്തെ 2-3 ആഴ്ചയായപ്പോഴത്തേന് എനിക്ക് തോന്നി ഇവന്മാരൊന്നും ശരിയല്ല. സത്യം പറയാലോ, ഈ ഈ ഹല്ലേലൂയ പറയുന്ന ഈ ടീമുകളൊന്നും ശരിയല്ല. അപ്പൊ ഒരു പകുതി മനസ്സോടുകൂടിയാണ് പെന്തക്കോസ്ത് വിശ്വാസത്തോട് ഞാൻ ചേർന്ന് നിൽക്കുന്നത്. ബൈബിൾ സത്യമാണെന്ന് അറിയുകയും ചെയ്യുക. യാക്കോബായ വിശ്വാസം എനിക്ക് വിടാനായിട്ട്, ആ സമൂഹം വിടാൻ എനിക്ക് വലിയ താല്പര്യം. അപ്പൊ അതുകൊണ്ട് അവിടെ എന്തെല്ലാം നെഗറ്റീവ് കാണുന്നുണ്ടോ അതെല്ലാം എൻ്റെ ഉള്ളിൽ വളരെ നിരാശയുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ എൻ്റെ പിതാവിന്റെ 2ാമത്തെ ജ്യേഷ്ഠന്റെ വീട്ടിൽ ഒരു വലിയ പ്രയാസമുണ്ടായി. അവരുടെ വസ്തു സംബന്ധമായ വലിയ പ്രയാസം ഉണ്ടായപ്പോൾ അവിടുത്തെ ഒരു ഇളയ മകൻ ബാപ്റ്റിസ്റ്റ് ബൈബിൾ കോളേജിൽ പോയി വിശ്വാസത്തിലേക്ക് വന്നതിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം അവരെ പാസ്റ്റർമാരെല്ലാം കൂട്ടി പ്രാർത്ഥിക്കുന്ന ഒരു സംവിധാനം വന്നു. ഈ വലിയ കഷ്ടതയുടെ 7 ദിവസത്തെ അവിടെ വീട്ടിൽ ഉപവാസ പ്രാർത്ഥന. അപ്പോ ഞാൻ ബൈബിൾ കോളേജിൽ പോയ കാര്യമെല്ലാം അറിഞ്ഞ് അവർ എന്നെ ബൈബിൾ കോളേജിലേക്ക് വിളിച്ചപ്പോ അവിടുത്തെ 2ാമത്തെ സഹോദരന്റെ ഭാര്യയായ ചേച്ചി, ഞങ്ങളോടൊക്കെ നല്ല സൗഹൃദമുള്ള ഒരു ചേച്ചിയാണ്. ചേച്ചിയെ വിളിച്ചു പറഞ്ഞു, മോനെ, ഞങ്ങളെല്ലാം വിശ്വാസത്തിൽ വരാൻ താല്പര്യപ്പെടുകയാണെന്ന്. കാരണം അവർ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരെല്ലാം ആലോചന. അപ്പൊ ഞാൻ പറഞ്ഞു, ആന്റി, ചേച്ചി ഒരിക്കലും വിശ്വാസത്തിൽ വരരുത്, ഇവരൊന്നും ശരിയല്ല എന്ന് ബൈബിൾ കോളേജിൽ ഞാൻ തിരിച്ച് അങ്ങോട്ട് വന്നു. ഇന്ന് എനിക്ക് വളരെ ദുഃഖമുണ്ട്. അവരുടെ വിഷയമെല്ലാം ദൈവം പരിഹരിച്ചു. സുപ്രീം കോടതിയിൽ അവരുടെ വസ്തു സംബന്ധമായ ഒരു കേസ് ഉണ്ടായിരുന്നു. ആ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഇവരെല്ലാം വിശ്വാസത്തിൽ വരാനൊക്കെ തീരുമാനമെടുത്തു. ദൈവം ആ കേസിൽ നിന്ന് അവർ വിടുവിച്ചു. പക്ഷേ അവരുടെ വീട്ടിൽ നിന്ന് ആരും വിശ്വാസത്തിൽ വന്നില്ല. അവര് വിഷയത്തിൽ മറുപടി കിട്ടുകയും ചെയ്തു. അവരെല്ലാം ഇന്ന് യാക്കോബായ വിശ്വാസത്തിലാണ്. അവരെല്ലാം പ്രശ്നം വരുമ്പോൾ പാസ്റ്റർമാരോട് പ്രാർത്ഥിക്കാൻ പറയും, വിശ്വാസത്തിൽ വന്നില്ല. ഞാൻ ആ പറഞ്ഞ വാക്കിനെ ഓർത്ത് എനിക്കിന്ന് വളരെ കുറ്റബോധമാണ്. അത് പറയേണ്ടിയിരുന്നില്ല എന്ന് എനിക്കിന്ന് തോന്നുന്നു. കാരണം നമ്മൾ പറയുന്ന ഓരോ വാക്ക് ശ്രദ്ധിച്ചു പറഞ്ഞില്ലെങ്കിൽ പിന്നത്തെ നമ്മൾ ദുഃഖിക്കേണ്ടി വരും എന്നൊരു തിരിച്ചറിവ് അതിൻ്റെ അകത്തുണ്ടായി. അങ്ങനെ പ്രിയമുള്ളവരെ, ഞാൻ അവിടെ ബൈബിൾ കോളേജിൽ പോയി 1 മാസമായി കഴിഞ്ഞു തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ, ഞാൻ സ്നാനപ്പെടാൻ തീരുമാനിച്ചു എന്ന് തോന്നുന്നു. എടുത്ത വായിക്ക് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, മോനെ, ഞാനും സ്നാനപ്പെടാൻ തീരുമാനിച്ചു. നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഉണ്ട്, നമുക്ക് സ്നാനപ്പെടാം. അങ്ങനെ ഞാനും എൻ്റെ മാതാവും, ഞാൻ മുന്നമേ പറഞ്ഞ ബ്രദറിൽ ആയിരുന്ന എൻ്റെ പിതാവിന്റെ മൂത്ത സഹോദരിയും ഞങ്ങൾ ഒരുമിച്ച് മൂവാറ്റുപുഴയിൽ വന്ന് അവരുടെ വീട്ടിൽ നടന്ന 7 ദിവസത്തെ പ്രാർത്ഥനയിലെ ഫലമായി ഞങ്ങൾ സ്നാനപ്പെട്ടു. അവർ വിശ്വാസത്തിൽ നിന്ന് പോവുകയും ചെയ്തു. വിശ്വാസത്തിൽ വരാൻ തീരുമാനിച്ച അവരാരും വന്നില്ല. ഞങ്ങൾ ആ 7 ദിവസം ഉപവാസ പ്രാർത്ഥനയുടെ ഒടുക്കം ഞാനും എൻ്റെ മാധവും ഞങ്ങൾ പോയി സ്നാനപ്പെട്ടു. സ്നാനപ്പെട്ടപ്പം എൻ്റെ പിതാവ് യാതൊരു എതിർപ്പും പറഞ്ഞില്ല. ദൈവത്തിന്റെ വചനമല്ലേ അനുഷ്ഠിക്കുന്നതെന്ന് പറഞ്ഞ് എൻ്റെ അമ്മയോട്, നിനക്ക് അതാണ് ഇഷ്ടമെങ്കിൽ നീ പോയി സ്നാനപ്പെട്ടോളാൻ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ഇടയ്ക്ക് പിതാവ് മദ്യപിച്ച് കഴിയുമ്പോൾ ചിലപ്പം ഞാൻ നല്ല പള്ളിക്കാരനായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചെറിയ ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ ഒരു ചെറിയ വഴക്കൊക്കെ ഉണ്ടാക്കിയാലും അദ്ദേഹത്തിന് ഇതിനോട് എതിർപ്പൊന്നുമില്ല. കാരണം അദ്ദേഹം ഒരു പള്ളിക്ക് അടിമപ്പെട്ട ഒരു വ്യക്തിയല്ല. സത്യം ഏതാണോ അതിന് നിൽക്കുന്ന ഒരു ധീരനായ മനുഷ്യനായിരുന്നു. അത് പള്ളിക്കാരെ അച്ഛനെ ഒന്നും അങ്ങനെ അതിര് കവിഞ്ഞ് പേടിക്കുകയോ ബഹുമാനം കൊടുക്കേണ്ട അളവിൽ കൊടുക്കുന്ന ഒരാളാണ്. ആ കാര്യത്തിൽ ദൈവം ഞങ്ങളെ സഹായിച്ചു. പിതാവ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ സ്നാനപ്പെട്ടെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ മൂത്ത സഹോദരൻ വീട്ടിൽ വന്ന് വളരെ പ്രയാസം. അമ്മയ്ക്ക് ഒരു മോനം ഉള്ളതെന്നാണ് അമ്മയുടെ ചിന്ത. എനിക്ക് വിവാഹം കഴിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞു. അമ്മയ്ക്ക് അത് വളരെ വിഷമമായി. അമ്മ ഉടനടി പറഞ്ഞു, ഈ ഒരു കാര്യത്തിൽ എൻ്റെ ഭർത്താവ് എനിക്ക് അനുവാദം തന്നിട്ടുണ്ട്, എൻ്റെ കർത്താവ് എനിക്ക് അനുവാദം തന്നിട്ടുണ്ട്. ഈ 2 അനുവാദം മതി എനിക്ക്. നിന്റെ ഏത് കാര്യത്തിനും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. പക്ഷേ ഈ ദൈവ വിഷയ സംബന്ധമായിട്ട് എൻ്റെ ഭർത്താവിനില്ലാത്ത പരാതി നിനക്കുണ്ടാകേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ് എൻ്റെ അമ്മ അതിനോട്. പക്ഷെ എൻ്റെ അമ്മ വളരെ ദുഃഖിച്ചു. എൻ്റെ അമ്മയുടെ ദുഃഖം ചെറുപ്പം തൊട്ടേ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. കാരണം ഞങ്ങളുടെ കുടുംബത്തിലെ വലിയ ബുദ്ധിമുട്ടുകളിൽ എൻ്റെ അമ്മ ഒരിക്കൽ പറഞ്ഞു, മക്കളെ, നിങ്ങളെ ഓർത്ത് മാത്രമാണ് ജീവിച്ചാലേ ഞാൻ ആത്മഹത്യ ചെയ്തതെന്ന് ഒരിക്കലും എൻ്റെ അമ്മ നെടുവീർപ്പോടെ പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. അപ്പൊ അമ്മയുടെ ഈ ദുഃഖം എന്നെ വേദനിച്ചു. ഞാൻ ബൈബിൾ സെമിനാരിൽ ചെന്നിരുന്ന് ഒരു 7 ദിവസം 11 ദിവസം ഉപവസിച്ചു. ഈ 11 ദിവസം ഉപവസിച്ച് 6 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ സഹോദരൻ അന്ന് LLBക്ക് തിരുവനന്തപുരത്ത് പഠിക്കുന്ന സമയമാണ്. അവൻ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നടത്തുന്നുണ്ട്.
കേരളത്തിലെ ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ നേതാവും സംസ്ഥാന കമ്മിറ്റി മെമ്പറും ഒക്കെ ആയി തിരുവനന്തപുരത്ത് അദ്ദേഹം ഇങ്ങനെ രാജാവായി മുന്നോട്ട് പോകുന്ന സമയത്ത് എന്റെ സഹോദരൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞപ്പോ ഈ അമ്മയോട് ഈ എന്നോട് പറഞ്ഞു, നീ എന്തിനാ അവിടെ പോയെ, നീ നമ്മുടെ യാക്കോബ പള്ളിയിലെ സെമിനാരി പോക്കോ, പെന്തക്കോസ്തുകാരൻ നിന്നെ പറഞ്ഞു മനസ്സ് മാറ്റിയതാണ്, നിന്നെ ബ്രെയിൻ വാഷ് ചെയ്താണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാനതൊന്നും വിഷമം തോന്നിയെങ്കിലും നമുക്കറിയാമല്ലോ ദൈവം നമ്മളോട് സംസാരിച്ചാന്നറിയാം. 11 മാസം കഴിഞ്ഞപ്പോൾ എന്റെ സഹോദരൻ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ എനിക്ക് രാത്രിയിൽ ഉറങ്ങാൻ കഴിയില്ല, ഹൈന്ദവ വിഗ്രഹങ്ങൾ എന്റെ റൂമിനകത്ത് പ്രത്യക്ഷപ്പെടുകയാണ്, എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. അതായത് ഭദ്രകാളി വന്ന് റൂമിൽ നിൽക്കുന്ന പോലെ, ശിവൻ വന്ന് റൂമിൽ നിൽക്കുന്ന പോലെ, അല്ലെങ്കിൽ ഭീകരമായ രൂപങ്ങൾ വന്ന് റൂമിൽ നിൽക്കുന്ന പോലെ. അപ്പൊ ഇവൻ മദ്യപിച്ചു നോക്കി, ഇവൻ സിനിമ കണ്ടു നോക്കി, വളരെ വൈകി ഉറങ്ങാൻ ശ്രമിച്ചു. പക്ഷെ ഇവൻ എപ്പോൾ ഉറങ്ങാൻ കിടന്നാലും ഈ ഭയപ്പെടുത്തുന്ന ശക്തികൾ അവന്റെ റൂമിൽ വന്ന് അവന്റെ സമാധാനം പോയി, ധൈര്യം നഷ്ടപ്പെട്ടു. ആ സമയത്ത് അവൻ സുരേഷ് ബാബു പാസ്റ്റർ മീറ്റിങ്ങിന് അവിടെ ചെല്ലുവാനായിട്ട് ഇടവന്നു. സുരേഷ് ബാബു പാസ്റ്റർ മീറ്റിങ്ങിന് അവിടെ ചെന്നപ്പോൾ സുരേഷ് ബാബു പാസ്റ്റർ പറഞ്ഞു, ഇന്ന് രാത്രി ദൈവം നിന്നെ സ്വപ്നം കാണിക്കും, നീ സ്നാനപ്പെടുന്നതായിട്ട്. അപ്പൊ ഇവൻ ഈ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പം പറഞ്ഞു, പിന്നെ എന്നെ സ്വപ്നമൊന്നും കാണിച്ച് ഞാൻ സ്നാനപ്പെടത്തില്ലെന്ന് ഇവൻ ഹൃദയം കൊണ്ട് വെല്ലുവിളിച്ചു. വീണ്ടും പാസ്റ്റർ പറഞ്ഞു, നീ എത്ര വെല്ലുവിളിച്ചാലും ഇന്ന് രാത്രി നീ സ്വപ്നം കാണും, നീ സ്നാനപ്പെടണമെന്ന് പാസ്റ്റർ ദൂത് വിളിച്ചു. അങ്ങനെ 2-3 പ്രാവശ്യം അനുഭവം ഉണ്ടായിട്ടും ഇവൻ അത് അംഗീകരിച്ചില്ല. ലാസ്റ്റ് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ചെന്നോട്ട് പറഞ്ഞു, എടാ ഇതിന് പരിഹാരം ഇതേ ഉള്ളൂ, നീ രക്ഷിക്കപ്പെടണം, നീ മാനസാന്തരപ്പെടണം, നീ കർത്താവായ യേശു ക്രിസ്തുവിനെ തിരുവെഴുത്ത് പറയുന്ന പോലെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെട്ട് ആത്മാവിൽ സത്യത്തിലും ആരാധിച്ച് നിന്റെ എല്ലാ മതഭക്തിയും പാരമ്പര്യ വിശ്വാസങ്ങളും വിട്ട് നീ വിശുദ്ധ വേദപുസ്തകം നിന്നോട് എന്തു പറയുന്നു അത് ചെയ്യണം. അപ്പൊ നിനക്ക് സമാധാനം തരും, ഈ ദുഷ്ടശക്തികൾ വിട്ടുപോകും. ലാസ്റ്റ് ഇവൻ കീഴടങ്ങി. ഇവൻ പറഞ്ഞു, നീ പറയുന്നതാണ് ശരിയെങ്കിൽ ഞാൻ കീഴടങ്ങും. അദ്ദേഹം സ്നാനപ്പെട്ടു, അദ്ദേഹത്തിന്റെ ഭാര്യ സ്നാനപ്പെട്ടു. ഇന്ന് എന്നേക്കാൾ ഊർജതയുള്ളവനായി, എരിവുള്ളവനായി, നല്ലൊരു പ്രവാചക ശുശ്രൂഷ പ്രാപിച്ച് കർത്താവിന് വേണ്ടി വളരെ വില കൊടുത്ത് കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു സുവിശേഷകനായി, നിയമം പഠിച്ച ആ വ്യക്തിയെ ജോലി മാറ്റിവെച്ചിട്ട് കർത്താവിന് വേണ്ടി വിശ്വാസത്തിന്റെ വേല ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറി. നോർത്ത് ഇന്ത്യൻ സൈഡുകളിലൊക്കെ അദ്ദേഹം വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പഞ്ചാബിൽ വന്നിരുന്നു. പല സ്ഥലങ്ങളിലും കർത്താവിന്റെ ദാസനെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ദൈവത്തിന് അവൻ വിടുവിക്കാൻ കഴിയാത്ത ഒരു കഠിനമേറിയ വ്യക്തികളും ഇല്ല. സ്തോത്രം. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി. എന്റെ വീട്ടിൽ ബുധനാഴ്ച അപ്പൊ ഞാൻ ബൈബിൾ കോളേജിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും ചാപ്പൽ 5 മണിക്ക് എഴുന്നേക്കണം, 5:30 വരെ ചാപ്പൽ ടൈമാണ്. അതിന് കഴിഞ്ഞുള്ള സമയം ഓരോ ക്ലാസ് കാപ്പി തരും. അതിനുശേഷം 1 മണിക്കൂർ കൃത്യം പ്രാർത്ഥനാ റൂമിൽ പോയിരുന്ന് അങ്ങ് പ്രാർത്ഥിക്കുന്നതിന് എന്റെ വീട്ടുകാർ രക്ഷിക്കപ്പെടണം, എന്റെ പിതാവ് രക്ഷിക്കപ്പെടണം, മദ്യപാനം മാറണം, കേസുകൾ മാറണം. അങ്ങനെ ഞാൻ 2 വർഷം പ്രാർത്ഥിച്ചു. ഇപ്പൊ ഈ 2 വർഷം പ്രാർത്ഥിക്കുന്നവരുടെ ഒരു ധൈര്യത്തിന് വേണ്ടി പറയട്ടെ, എനിക്ക് ഒറ്റ വിശ്വാസമേ ഉള്ളൂ, ദൈവം പ്രാർത്ഥന കേട്ട് വിടുവിക്കാൻ ശക്തനാണെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. കാരണം ദൈവം എല്ലാവരേക്കാൾ വലിയവനാണ്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഈ വിശ്വാസം എനിക്കുണ്ട്. പക്ഷേ ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവം മറുപടി തരുമെന്നൊരു വിശ്വാസം എനിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പം നേരത്തെ പ്രാർത്ഥിച്ച് വിടുതലുകൾ കിട്ടിയിട്ടില്ലാത്തത് കൊണ്ട്, എനിക്ക് അനുഭവമായി ഇല്ലാത്തത് കൊണ്ട് ആ നിലയിൽ ഒരു വലിയ വിശ്വാസമില്ല. പക്ഷെ എന്റെ പ്രാർത്ഥനകൾക്കെല്ലാം 2-ാം വർഷമായപ്പോൾ മറുപടി. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവെ, ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ച് നാട്ടിലോട്ട് ചെല്ലുമ്പോൾ, സുവിശേഷ വേല ചെയ്യുമ്പോൾ എന്റെ പിതാവ് മദ്യപിച്ച് റോഡ് വക്കിൽ ഇരുന്നാൽ, ചീട്ട് കളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് നാണക്കേടാണല്ലോ. ദൈവം വിടുവിക്കണമെന്ന് പറഞ്ഞു എന്റെ പിതാവിന്റെ മദ്യപാനത്തെ ദൈവം നിയന്ത്രിച്ചു. പൂർണ്ണമായി വിടുവിക്കപ്പെട്ടില്ല. ദൈവം കേസുകളിൽ നിന്ന് വിടുവിച്ചപ്പോ ഞാൻ പറഞ്ഞു, ദൈവമാണ് ഇതിന് വിടുവിച്ചത്, ഇനി ഈ ജീവിതം പറ്റത്തില്ല, മാനസാന്തരപ്പെടണമെന്ന് ധൈര്യത്തോടെ എന്റെ പിതാവിനോട്. അപ്പൊ ഞാൻ വളരെ സാക്ഷ്യമുള്ളവനായിട്ടാണ് വീട്ടിൽ ജീവിച്ചത്. ഞാനിങ്ങനെ ബൈബിൾ കോളേജിൽ പോയത് കൊണ്ട് എന്റെ പിതാവിന്റെ കാർഷിക ജോലികളിൽ ഞാൻ സഹായിക്കുമായിരുന്നു. എന്റെ പിതാവിനോട് പൈസ ഞാൻ ചോദിക്കത്തില്ലായിരുന്നു. ഒരു കാര്യത്തിലും ബുദ്ധിമുട്ടിക്കാതെ വളരെ അവരുടെ കഷ്ടതകളിൽ വളരെ അനുസരണമുള്ളവനായി, അവരോട് അനുസരണമുള്ള മാതൃകയുള്ളൊരു വ്യക്തിയായി ജീവിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. അതുകൊണ്ട് ഞാൻ പറയുന്ന വാക്കുകൾ എന്റെ പിതാവ് ശ്രദ്ധിക്കുകയും അതിന് വില കൊടുക്കുകയും ചെയ്യുമായിരുന്നു, എതിര് പറയത്തില്ലായിരുന്നു. ഞാൻ പറയുന്ന ഇച്ചിരി കട്ടിയുള്ളതാണെങ്കിലും എന്നെ പോറ്റി വളർത്തിയ, എന്നെ വളരെ കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് വളർത്തിയെടുത്ത എന്റെ പിതാവ്
ഞാൻ പറയുന്ന വാക്ക് ദൈവത്തിന്റെ വാക്കാണെന്ന് കേൾക്കുമായിരുന്നു. അങ്ങനെ എല്ലാ ബുധനാഴ്ച എന്റെ വീട്ടിൽ ഞങ്ങളൊരു പ്രാർത്ഥന ആരംഭിച്ചു. അപ്പൊ 2-ാം വർഷം തൊട്ട് എന്റെ സ്വന്തം ദേശത്തെക്കുറിച്ച് എനിക്കൊരു ആത്മഭാരം ഉണ്ടായി. അപ്പൊ ആ ദേശത്ത് ആരും വിശ്വാസികളില്ലാത്തതുകൊണ്ട് സുവിശേഷമൊക്കെ പറയുമ്പോൾ ഭയങ്കര കളിയാക്കലാണ്. എങ്കിലും എന്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഭാരം വരാൻ തുടങ്ങി. നഷ്ടപ്പെട്ടു പോകുന്ന നരകത്തിലേക്ക് ആളുകൾ പോകുന്നല്ലോ എന്നുള്ള ചിന്ത വന്ന് ഞാൻ ട്രാക്റ്റുകൾ കൊടുക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ലജ്ജിതനായി ഇത് കൊടുക്കാതിരിക്കുമ്പോൾ ഒരു വാക്യം എന്റെ ഹൃദയത്തിൽ വളരെ ശക്തമായി ഇടപെട്ടു. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നത് ലജ്ജിച്ചാൽ സ്വർഗത്തിൽ ദൈവദൂതന്മാരുടെ മുമ്പിൽ നിന്നെ ഞാൻ ഏറ്റു പറയുന്നത് ലജ്ജിക്കും എന്നുള്ള വചനം വന്നപ്പോൾ എന്റെ ഉള്ളിൽ ചിന്ത വന്നു, സ്വർഗത്തിൽ പോകുന്നതാണ് വലിയ കാര്യം, മനുഷ്യരെന്ത് പറഞ്ഞാലും ഞാൻ കർത്താവിനെ സാക്ഷീകരിക്കും. അങ്ങനെ നാട്ടുകാർ കളിയാക്കിയപ്പോൾ എല്ലാം ഞാൻ സാക്ഷ്യം പറയാൻ തുടങ്ങി. അപ്പൊ ആ സമയത്ത് ഞാന് ഒരു കാര്യം ചെയ്തു. ദൈവം എന്നോട് പറഞ്ഞു ഒരു കൺവെൻഷൻ വെക്കാം. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് നോട്ടീസ് അടിച്ച് ഒറ്റയ്ക്ക് നാട്ടിലെ മുഴുവൻ വീടുകളിലും കയറി ഇറങ്ങി. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ റാന്നിയിലുള്ള സുനി ഐക്കാട് എന്ന് പറഞ്ഞ, കർത്താവിന്റെ അഭിഷേകത്തിന് അറിയുമായിരിക്കാം, സുനി ഐക്കാട് എന്ന് പറഞ്ഞ ഒരു ശുശ്രൂഷകൻ അവിടെ പ്രസംഗിക്കുന്നതായിട്ട്. അങ്ങനല്ല സംഭവം. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ദൈവം എന്നോട് പറഞ്ഞു, പാസ്റ്റർ സുനി ഐക്കാടിനെ വിളിച്ച് ചില ആലോചനകൾ പറയണം. അദ്ദേഹം വളരെ ഫേമസ് ആയി ശുശ്രൂഷിക്കുന്ന ആളാണ്. ഞാൻ അങ്ങനെ ശീലമുള്ള ആളുമല്ല. പക്ഷെ എന്റെ പ്രാർത്ഥനയിൽ എനിക്ക് അങ്ങനെ ഒരു ദൈവാലോചന കിട്ടി. ഞാൻ അദ്ദേഹത്തെ ധൈര്യത്തോടെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ നിങ്ങളെ കുറിച്ച് ഇന്ന കാര്യങ്ങൾ ദൈവം എന്നോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഉപവാസത്തിലാണ് പാസ്റ്ററെ. ഞാൻ ഇന്ന് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ദൈവദാസൻ എന്നോട് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരു നല്ല സഹോദര സൗഹൃദ ബന്ധം ഉണ്ടായി ആ ഒരൊറ്റ കാര്യം. അങ്ങനെ ഞാൻ കൺവെൻഷൻ വെക്കാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ശുശ്രൂഷ ഞാൻ കണ്ട് എനിക്കൊരു വലിയ തൃപ്തിയായപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിക്കാൻ തീരുമാനിച്ചു. ഞാൻ ദൈവദാസനോട് പറഞ്ഞു, പാസ്റ്റർ എന്റെ നാട്ടില് ഇങ്ങനെ ഒരു കൺവെൻഷൻ വെക്കാൻ ആഗ്രഹിക്കുന്നു, ദൈവദാസൻ വരണമെന്ന്. അദ്ദേഹം പറഞ്ഞു ധൈര്യമായിട്ട് വെച്ചോ, ഞാൻ വരാം. അദ്ദേഹം തന്റെ ഭാര്യയെയും ബോംബെയിൽ വർക്ക് ചെയ്യുന്ന തന്റെ ഒരു ബന്ധുവിനെയും ഭാര്യയെയും തന്റെ വളരെ പ്രായം കുറഞ്ഞ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഡിസംബർ മാസത്തിൽ, വളരെ തണുപ്പുള്ള നാടാണ്, ഞങ്ങൾ മൂന്നാറിനോടും അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് അദ്ദേഹം തന്റെ വാഹനം ഓടിച്ച് റാന്നിയിൽ നിന്ന് കൺവെൻഷൻ പോകും. അപ്പൊ ഒറ്റയ്ക്കാണ്. നാട്ടുകാരൊക്കെ ഇത് ആ നാട്ടിലെ ആദ്യത്തെ സുവിശേഷ യോഗമാണ്. അപ്പം നമുക്കറിയാമല്ലോ അതിന്റെ നിന്ദകൾ എത്രയാണ്, ഇവൻ എന്താ ഈ ചെയ്യാൻ പോകുന്നതെന്ന് ആളുകൾ ചിന്തിക്കുകയാണ്. ഞാൻ ലജ്ജിക്കപ്പെട്ട് അപമാനിതനായി ഒറ്റയ്ക്ക് വീടുകൾ കയറി ഇറങ്ങി കൊടുത്തു. പലരോടും കൺവെൻഷന് വേണ്ടി പൈസ ചോദിച്ചു. ആ കൺവെൻഷനിൽ വളരെ വിജയമായിരുന്നു. ആ കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ ഈ സുവിശേഷത്തെക്കുറിച്ചുള്ള നാട്ടുകാരുടെ ചിന്താഗതികൾ ദൈവം മാറ്റി. അദ്ദേഹം 2.5 മണിക്കൂറാണ് അന്ന് അവിടെ പ്രസംഗിച്ചത്. ഭയങ്കര വിജയമായി തീർന്നു. ആ ഇട്ട കസേര, ഞാൻ 100 കസേരയാണ് ഇട്ടത്. 100 കസേരയും തികഞ്ഞ ആളുകൾ എന്ന് പറഞ്ഞു. അതിഭയങ്കരമായ വിജയം ദൈവ കൺവെൻഷൻ. അപ്പൊ നമ്മൾ ത്യാഗപരമായി ദൈവത്തിന്റെ ആലോചന പ്രകാരം കർത്താവിന്റെ വേല ആരെയും നോക്കാതെ ഇറങ്ങി തിരിച്ച് ചെയ്താൽ ദൈവം അതിന്റെ റിസൾട്ട് കൊണ്ടുവരാൻ ദൈവം വിശ്വസ്തനാണ്. നാട്ടുകാരൊക്കെ ആദ്യം കളിയാക്കിയെന്നിരിക്കും, പക്ഷെ അവരെല്ലാം നമ്മൾ കർത്താവിന്റെ ആലോചനയ്ക്ക് വല എറിഞ്ഞാൽ പെരുത്ത മീൻകൂട്ടത്തെ കൊണ്ടുവരാൻ കർത്താവിന്റെ കരം ആ സമുദ്രത്തിൽ ഇറങ്ങിയതുപോലെ ഇറങ്ങും എന്നെനിക്ക് മനസ്സിലായി. അന്നോട്ട് ഇന്ന് വരെ ദൈവം എന്നോട് എന്ത് കാര്യം പറഞ്ഞാലും അതിന് അനുകൂല സാഹചര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ നോക്കാറില്ല. ദൈവം പറയുന്നത് അങ്ങ് ചെയ്യും, സ്തോത്രം. ബാക്കി ദൈവം ചെയ്തോളൂ. അതിന് റിസൾട്ട് ഉണ്ടായാലും സ്തോത്രം, റിസൾട്ട് ഉണ്ടായില്ലെങ്കിലും സ്തോത്രം. നമ്മുടെ ജോലി നമ്മളോട് പറയുന്ന കാര്യം ചെയ്യുക, ബാക്കി ദൈവമാണ് ചെയ്യുന്നത്. അത് മുളപ്പിക്കണോ, അത് കൊയ്ത്തു കൊണ്ടുവരണോ, നമ്മുടെ ജോലി എന്ന് പറയുന്നത് ദൈവം പറയുന്നത് ചെയ്യുക, ബാക്കി ദൈവം ചെയ്യും എന്നുള്ളൊരു ഒരു ചിന്തയിലാണ് ഞാൻ ഇതുവരെ കർത്താവിനെ സേവിക്കുന്നത്, സ്തോത്രം. അങ്ങനെ മുന്നോട്ട് പോയി. കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവ് ഈ ബുധനാഴ്ച പ്രാർത്ഥനകളിൽ ആളുകൾ വരാൻ തുടങ്ങി. ആദ്യത്തെ പ്രാർത്ഥനയിൽ 22 പേര് വന്നു. എൻ്റെ കൂടെ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന തിരുവനന്തപുരംകാരനായ പ്രകാശ് എന്ന് പറഞ്ഞ ദേവദാസൻ എൻ്റെ കൂടെ വന്നു. ഞങ്ങൾ ഒരുമിച്ച് യോഗങ്ങൾ നടത്താൻ തുടങ്ങി. അന്ന് രാത്രി 12:30 വരെ, 7 മണിക്ക് തുടങ്ങിയ മീറ്റിംഗ് 12:30 വരെ പോയി. പൈശാചിക ശക്തികളൊക്കെ വ്യക്തികൾ ഇളകി പോകുന്നതാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെയൊക്കെയുള്ള ആലോചന ദൈവം തരുന്നത്. ഭയങ്കര ശക്തമായ ദൈവം ഞങ്ങൾ ഉപയോഗിച്ചു. അവിടെ പല സ്ഥലത്തായിട്ട് കിടന്ന അസ്ഥികൾ പോലെ കിടന്ന കുറെ വിശ്വാസികളെ എല്ലാ മീറ്റിങ്ങിലൂടെ ദൈവം ഉണർത്തി, അവർക്ക് വിടുതലുകൾ കൊടുത്തു. അങ്ങനെ ആ വേലകൾ അങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ അവിടെ ഞങ്ങൾ പല യോഗങ്ങളൊക്കെ നടത്തി. ഇന്നും
കോട്ടയത്താണെങ്കിലും മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഞങ്ങൾ എന്നോട് സഹകരിക്കുന്ന ദൈവദാസന്മാരെയൊക്കെ കൂട്ടി ഞങ്ങൾ അവിടെ പോയി മീറ്റിങ്ങുകൾ നടത്താറുണ്ട്. എന്റെ വസ്തു, ഞങ്ങളുടെ കുടുംബ വസ്തുവും വീടെല്ലാം അവിടെ കിടക്കുകയാണ്. അവിടെ ഇന്ന് AGയുടെ ഒരു ആരാധന നടക്കുന്നുണ്ട്. ആർക്കും അത് വാടകയ്ക്ക് കൊടുക്കാതെ ഞങ്ങൾ തന്നെ അവിടെ ആത്മീയ കൂട്ടായ്മകൾക്ക് വേണ്ടി ഇത് മാറ്റിവെച്ചിരിക്കുകയാണ്. ഞാനിപ്പോ ഈ ലൈവ് ചെയ്യുന്ന വീട്ടിലെ പ്രിയ അങ്കിളും എല്ലാം ഞങ്ങൾ ഒന്നിച്ചു പോയി അവിടെ പ്രവർത്തിക്കാറുണ്ട്. ദൈവം അനുവദിച്ച് ഇനിയും പോകണം, കൺവെൻഷനുകൾ നടത്തണം, പരസ്യങ്ങൾ നടത്തണമെന്നെല്ലാം ചിന്തിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ആ സമയത്ത് ഇങ്ങനെ മുന്നോട്ട് പോയി വിവാഹത്തിന്റെ കാര്യങ്ങൾ ആലോചിക്കാൻ തുടങ്ങി. എന്റെ പിതാവ് വിശ്വാസത്തിലേക്ക് വന്നു. പിതാവിന്റെ മദ്യപാനം, 50 വർഷത്തെ മദ്യപാനം പൂർണ്ണമായിട്ട് മാറി. 50 വർഷത്തെ പുകവലി പൂർണ്ണമായിട്ട് മാറി. ഒത്തിരി അതിനുവേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്തു. അപ്പൊ എന്റെ ഹൃദയത്തിലെ ആഗ്രഹം, എന്റെ പിതാവ്, എന്റെ മാതാവ്, എന്റെ സഹോദരൻ, ഞങ്ങളുടെ കുടുംബത്തിലെ ആരും നരകത്തിൽ പോകാൻ ദൈവം സമ്മതിക്കരുത് എന്ന് ചിന്തിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എന്റെ ചിന്ത ഇതായിരുന്നു, ഞാൻ സ്വർഗത്തിൽ പോയിട്ട് എന്റെ പിതാവും മാതാവും നരകത്തിൽ പോയ എന്താണ് ഗുണം? ഞാൻ അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ദൈവത്തിന്റെ വാഗ്ദത്തം ദൈവം എനിക്ക് തന്നു, അവൻ ബദ്ധന്മാരെ വിടുവിച്ച് സൗഭാഗ്യത്തിലാക്കുമെന്ന് ഒരിക്കൽ ഒരു വചനം എനിക്ക് ദൈവം നൽകി. ഞാൻ ആ വചനം വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ഞങ്ങള് മുന്നോട്ട് പോയി. എന്റെ പിതാവ്, എന്റെ സഹോദരൻ, എന്റെ മാതാവ്, ഞങ്ങളെല്ലാം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. കേരളത്തിലെ പല ജില്ലകളിൽ പല സഭകളിൽ എന്നെ വിളിക്കാൻ തുടങ്ങി. നന്നായിട്ട് ദൈവത്തിന്റെ വചനം ഞാൻ വായിക്കാൻ തുടങ്ങി. ദൈവം എന്നെ അഭിഷേകം ചെയ്തു. അപ്പൊ ഈ ബൈബിൾ കോളേജിൽ ഉണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ വേറൊരു കാഴ്ചപ്പാടോടുകൂടി ബൈബിൾ കോളേജിൽ പോയത് കൊണ്ടോ, സാറന്മാർ വരുമ്പോഴെല്ലാം ചോദിക്കും, മോനെ നിന്റെ വിളി എന്താ? അപ്പൊ എനിക്കറിയത്തില്ലല്ലോ എന്ത് വിളിയാണ്. കാരണം എനിക്ക് ബൈബിളിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയില്ല. ഞാനൊരു സഭയിൽ നിന്നും അല്ലല്ലോ പോകുന്നത്. അപ്പൊ ഇതെന്നെ വളരെ ചിന്തിപ്പിച്ചു. ഞാൻ അവിടെ ഇരുന്ന് ചിന്തിക്കാൻ തുടങ്ങി, ദൈവം എന്തിനാണ് എന്നെ സൃഷ്ടിച്ചത്? ഞാൻ ഏതായാലും ഈ ലോകത്തിലേക്ക് തന്നെ വന്നതല്ല, ദൈവം എന്നെ സൃഷ്ടിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് എന്നെ കുറിച്ചുള്ള ഉദ്ദേശം എന്നാണ്? ആ സമയത്ത് എന്റെ ബൈബിൾ കോളേജിൽ ഒരു 3 ദിവസം ഉപവാസ പ്രാർത്ഥന വന്നപ്പോൾ നിർബന്ധമായിട്ട് എല്ലാവരും ഉപവസിക്കണം. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനും ഉപവസിച്ചു. ആ ഉപവാസ പ്രാർത്ഥനയെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ, ദൈവത്തിന് എന്നെ കുറിച്ചുള്ള ഉദ്ദേശം. അന്ന് വന്ന പ്രവാചകന്മാരായ ദൈവദാസന്മാർ എന്റെ വിളിയും എന്റെ ശുശ്രൂഷകളും വളരെ വ്യക്തമായി സംസാരിച്ചു. ഞാൻ നിന്നെ ഒരു പ്രവാചക അഭിഷേകത്തോടുകൂടി ഉപയോഗിക്കുമെന്നും നിന്നെ ഞാൻ ശക്തമായി കണ്ടിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞു. എനിക്ക് വിശ്വസിക്കത്തക്ക നിലവാരത്തിൽ ദൈവത്തിന്റെ അരുളപ്പാട് വന്നപ്പോൾ ഞാൻ എന്റെ വിളിയെ തിരിച്ചറിഞ്ഞു. വീണ്ടും ഞാൻ അതിനുവേണ്ടി വീണ്ടും നന്നായിട്ട്, എന്റെ അക്കാഡമിക്കലായിട്ട് എനിക്ക് ഒത്തിരി പുറകിലായി പോയെങ്കിലും സ്പിരിച്വലി നല്ല പോലെ ഞാൻ അവിടെ വളർന്നു. പ്രാർത്ഥനാ ജീവിതത്തിലും ബൈബിൾ വായനയിലും എനിക്ക് ലഭിച്ച ശുശ്രൂഷകൾക്കെല്ലാം ഞാൻ പോകാൻ തുടങ്ങി. ആമേൻ. ആ സമയത്ത് 2ാം വർഷമായപ്പോൾ എന്റെ കൂടെ പഠിക്കുന്ന, ഇന്ന് ഛത്തീസ്ഗഡിൽ വർക്ക് ചെയ്യുന്ന ലിജു ജോർജ് എന്ന് പറയുന്ന ദൈവദാസൻ, കീഴ്വായ്പൂര് ഷാലോം പ്രയർ സെന്റർ എന്ന് പറയുന്ന മല്ലപ്പള്ളിയിലെ ചർച്ചോടിലെ ബെന്നി ജോസഫ് എന്ന് പറയുന്ന ദൈവദാസന്റെ സഭയിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹം എന്നെ അവിടെ കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹം ഇരട്ടിയിൽ നിന്ന് സുവിശേഷ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വീട്ടിൽ നിന്ന് അമ്മയും 3 മക്കളെയും അപ്പൻ അടിച്ച് ഇറക്കി അനാഥനായി പലായനം ചെയ്തു വന്ന് പല അനാഥശാലകളിലും പല വിശ്വാസികളിലും വീട്ടിൽ താമസിച്ച് അങ്ങനെ കർത്താവ് വിളിച്ചു വേർതിരിച്ച് സുവിശേഷ വേല ചെയ്യുന്ന ഒരു കർത്താവിന്റെ ദാസനായിരുന്നു. അദ്ദേഹത്തിനുമായിട്ട് എന്നെ പരിചയപ്പെടുത്തി. അന്ന് തൊട്ട് 6 വർഷം എന്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് അദ്ദേഹം ഇന്നും. ഞങ്ങള് ഒരു കുടുംബം പോലെയാണ്. അദ്ദേഹത്തോടു കൂടെ ഞാൻ, അദ്ദേഹം എന്നെ ചേർത്ത് നിർത്തി. അദ്ദേഹം വിവാഹിതനായിരുന്നില്ലെന്ന്. ഞാനും ലിജുവും വീക്കെൻഡിൽ അദ്ദേഹത്തിന്റെ അടുക്കൽ പോകും. ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കും. ആ ചെറിയ സാഹചര്യത്തിൽ ഞങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടുകൂടെ. അപ്പൊ ആ സമയങ്ങളിൽ നാട്ടിലോട്ട് വരാനൊക്കെ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര ലജ്ജയായിരുന്നു. കാരണം എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു. കാരണം എന്റെ നാട്ടിൽ ആരും വിശ്വാസികളില്ല. ഉള്ളവര് 2 ചേച്ചിമാരാണ്. അവരും വളരെ ക്ഷീണിച്ചിരിക്കുന്ന വിശ്വാസികളാണ്. അപ്പൊ എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ രാത്രിയിലൊക്കെയാണ് വീട്ടിൽ വന്നിട്ട് പോയിക്കൊണ്ടിരുന്നത്. അതൊക്കെ ദൈവം എടുത്തു മാറ്റി. പിന്നെ ഞാൻ ചിന്തിച്ചു, എന്തിനാണ് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ സത്യസന്ധമായ കാര്യമാണ്, ഞാൻ സുവിശേഷമാണ് വിശ്വസിക്കുന്നത്. അത് കഴിഞ്ഞ് എന്നെ ആര് കളിയാക്കിയാലും എനിക്ക് വിഷയമില്ലെന്നുള്ള ധൈര്യത്തിലേക്ക് എന്നെ ദൈവം കൊണ്ടുവന്നു. ഞാൻ എല്ലാവരെയായിട്ട് അറിയപ്പെടുന്ന ഒരു ഫാമിലി ഒക്കെ ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പൊ എന്നെ പരിചയം കൂടാതെ എന്നെ അറിയാമല്ലോ, സ്തോത്രം. അങ്ങനെ ഞാൻ ആ പാസ്റ്റർ കൂടെ നിന്നു. അത് എന്റെ ജീവിതത്തിൽ വളരെ പ്രയോജനപ്പെട്ടു. കാരണം ഈ പാസ്റ്റർ എപ്പോഴും ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ അവസരം തരും.
അപ്പൊ അന്ന് എന്താ പ്രസംഗിക്കുന്നതെന്നൊന്നും നമുക്കറിയത്തില്ലെങ്കിലും എല്ലാ യോഗത്തിലും പാസ്റ്റർ ഒരു 10 മിനിറ്റ് 20 മിനിറ്റ്. പാസ്റ്റർ പൊതുവെ ഞാൻ അവിടെ നിന്ന് 6 വർഷത്തിൽ പാസ്റ്റർ 1 മണിക്കൂർ പ്രസംഗിച്ച് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. പാസ്റ്റർ കൂടെ എപ്പോഴും 2-3 പേര് കാണും. പാസ്റ്റർ അവർക്കെല്ലാം സമയം കൊടുക്കും. അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് പേര് അങ്ങനെ നിന്ന് വേലയും വളർന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ 20 വർഷത്തോളമായി സുവിശേഷ രംഗത്ത് നിൽക്കുമ്പോൾ ഒരുപാട് ദൈവദാസന്മാർക്ക് ഇല്ലാത്ത ഒരു വലിയ ഗുണം ഞാൻ അദ്ദേഹത്തിൽ കണ്ടു. അന്ന് അദ്ദേഹം എനിക്ക് പ്രസംഗിക്കാൻ അവസരം തന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ കൺവെൻഷന് പ്രസംഗിക്കുന്നുണ്ട്, പരസ്യത്തിന് പ്രസംഗിക്കുന്നു. ഇന്ന് എത്ര ആയിരക്കണക്കിന് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കാനും എനിക്ക് ഒരു മടിയുമില്ല, ഒരു ജാള്യതയുമില്ല, ഒരു സഭാഭംഗവുമില്ല. അത് മാറിയത് ആ കീഴുവായ്പൊരു ശാലോം പ്രയർ സെന്ററിലെ ആ ബെന്നി ജോസഫ് എന്ന് പറയുന്ന എന്റെ ജ്യേഷ്ഠ സഹോദരനായി ഞാൻ കാണുന്ന ആ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ എനിക്ക് അനുവദിച്ചു തന്ന സമയങ്ങളാണ്. ഞാനൊരു പക്വതയുള്ള വ്യക്തി അല്ലായിരുന്നു, എനിക്ക് വചനം പക്ഷെ ഇന്നു വരെ അദ്ദേഹം എന്നെ വഴക്ക് പറഞ്ഞിട്ടില്ല. അരുണെ, നീ ചെയ്യുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം അത് ക്ഷമയോടെ ഞങ്ങളെ വഹിച്ചു. വലിയൊരു മനസ്സിനുടമയാണ് അദ്ദേഹം ഞങ്ങളെ സ്നേഹിച്ചു, അദ്ദേഹം ഞങ്ങളെ കരുതി. ഞങ്ങൾ അദ്ദേഹത്തിന് പലപ്പോഴും ഭാരമായിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ അറിവില്ലായ്മകൾ ഭാരമായിട്ടുണ്ടെന്ന് ഇന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് എത്രമാത്രം ദീർഘവീക്ഷണം ഉള്ളത് കൊണ്ടാണ് ഞങ്ങളെ വഹിച്ചത്. അതുകൊണ്ട് ഇന്ന് അദ്ദേഹത്തിനും അവമാനിക്കാൻ ദൈവ അവസരമുണ്ട്. എന്റെ കൂടെ നിന്നൊരു വ്യക്തിയാണെന്ന് ധൈര്യത്തോടെ പറയാനുള്ള സാക്ഷ്യം സൂക്ഷിക്കാൻ, ശുശ്രൂഷ സൂക്ഷിക്കാൻ. ചെന്നിടത്ത് ഒരു സ്ഥലത്തും എന്റെ ശുശ്രൂഷ പരാജയപ്പെട്ടിട്ടില്ല. ചെന്നിടത്തെല്ലാം ഈ 20 വർഷത്ത് ഒരു സ്ഥലത്ത് പോലും ആമേൻ ആത്മാർത്ഥമായി എന്നെ സ്വീകരിച്ച, കേട്ടിട്ടുള്ള, സത്യസന്ധമായി എന്നെ വീക്ഷിച്ചിട്ടുള്ള ഒരു സ്ഥലത്തും കർത്താവിന്റെ ദാസൻ വന്നത് ഒരു ക്ഷീണമായി തീർന്നെന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ എത്താൻ ദൈവം എന്നെ അനുവദിച്ചില്ല. ദൈവം എന്നെ അതേപോലെ ട്രെയിൻ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു സ്പോട്ടായിരുന്നു ഈ കീഴുവായ്പൊരു ശാലോം പ്രയർ സെന്റർ. ആ സഭ ഇന്നും ഞങ്ങളെ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ഞങ്ങൾ അവിടെ ചെല്ലുന്നത് സന്തോഷത്തോടെ സ്വീകരിക്കുകയും ഇന്നും അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ യോഗങ്ങളിലും ഒരു അവസരം ഞങ്ങൾക്ക് തരികയും ചെയ്യും. എനിക്കും എന്റെ സഹോദരൻ തരികയും ചെയ്യും. ഞങ്ങളുടെ കുടുംബത്തെ അതുപോലെ കരുതുകയും ചെയ്യുന്ന ഒരു ദൈവദാസനാണ്. ഇന്ന് അദ്ദേഹം കേരളത്തിലും ഇന്ത്യയിലും എല്ലാ സ്ഥലങ്ങളും സഞ്ചരിച്ച് പ്രാർത്ഥനായോഗങ്ങൾ നടത്തുകയും വലിയൊരു സഭ അവിടെ ഉടലെടുക്കാനായിട്ട് ദൈവം അവസരം ഒരുക്കി. അത് എന്റെ കൂടെ ഓർക്കുകയാണ്. അങ്ങനെ 6 വർഷക്കാലം അദ്ദേഹത്തോടു കൂടെ നിന്ന് വീടുകൾ കയറി ഇറങ്ങിയും സഭകളിൽ പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. പല സ്ഥലങ്ങളിൽ ഇന്ത്യയുടെ ഗുജറാത്തിൽ ഞാൻ വന്നിട്ടുണ്ട്, അഹമ്മദാബാദിൽ വന്ന് ശുശ്രൂഷിച്ചിട്ടുണ്ട്, അഹമ്മദാബാദ് ടൗണിലെ 2 സഭകളിൽ വന്ന് ശുശ്രൂഷിച്ചിട്ടുണ്ട്. അതിന് ആൽവിൻ എന്ന് പറഞ്ഞ ഒരു ദൈവദാസൻ മുഖാന്തരമാണ് അദ്ദേഹം. അതിനിടയ്ക്ക് ഞാൻ ബെന്നിപ്പാസ്റ്റർ കൂടെ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ദാസനായ ഹെൻറി എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഒരു ദൂത് പറഞ്ഞു, നിന്നെ ഞാൻ നോർത്ത് ഇന്ത്യയിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. നീ പോകുമെന്നല്ല, നിന്നെ ഞാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ആ സമയത്താണ് ആൽവിൻ എന്ന് പറയുന്ന കർത്താവിന്റെ ദാസൻ നോർത്ത് ഇന്ത്യയിൽ വാഹനത്തിൽ സഞ്ചരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു നിയോഗവുമായി ബന്ധപ്പെട്ട് എന്നെ ഒരു ദിവസം വിളിച്ചു. ഞങ്ങൾ 5-6 ദൈവദാസന്മാർ അദ്ദേഹത്തിന്റെ ടവേര കാറിൽ കേരളത്തിൽ നിന്ന് രാജസ്ഥാൻ വരെ വാഹനത്തിൽ സഞ്ചരിച്ചു. അത് രാജസ്ഥാൻ വരെ എന്ന് പറഞ്ഞാൽ അഹമ്മദാബാദ് വരെ വാഹനത്തെ സഞ്ചരിച്ചോളൂ. അവിടുന്ന് പിന്നെ ബസ്സിൽ പോവുകയുണ്ടായി. ഉദയ്പൂരിൽ താമസിച്ച് ഞങ്ങൾ ശുശ്രൂഷിച്ചു. ശിൽവാസ എന്ന് പറയുന്ന സ്ഥലത്ത് ഗുജറാത്ത് ആശ്രമം ചർച്ചിലെ സജി പാസ്റ്റർ അവിടെ പോയി പല സ്ഥലങ്ങളിൽ ശുശ്രൂഷിക്കാനായിട്ട് വന്നു. മഹാരാഷ്ട്രയിൽ ഏകദേശം ഒരു 8-9 സംസ്ഥാനങ്ങളിൽ കർത്താവ് എന്നെ സുവിശേഷവുമായി കടന്നുപോയി. ഒറ്റയ്ക്ക് പോകാനും ടീമായിട്ട് പോകാനും എല്ലാം ദൈവം ഉപയോഗിച്ചു. ഇനിയും എന്റെ ആഗ്രഹം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഓരോ വ്യക്തിക്കും സുവിശേഷ ലഘുലേഖ കൊടുക്കണമെന്നാണ് എന്റെ ഭാരം. അല്ലാതെ വലിയ കൺവെൻഷൻ നടത്തണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യയിലെ എല്ലാ വ്യക്തികളും സുവിശേഷം അറിയണമെന്നൊരു വലിയ ഭാരം എന്റെ അകത്തുണ്ട്. ഞാൻ ബെന്നി പാസ്റ്ററോട് കൂടെ താമസിക്കുമ്പോൾ 40 ദിവസം ഉപവസിക്കുന്ന സമയത്ത് ഒരു ദിവസം രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. കർത്താവിന്റെ ദാസൻ PG വർഗീസ് എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സ്വപ്നം ഞാൻ കണ്ടു. അപ്പോ ഞാൻ എഴുന്നേറ്റ് രാവിലെ, അപ്പം തലേ ദിവസം ഞാൻ സ്വപ്നം കണ്ട ദിവസത്തിന് ശേഷം ഈ ആൽവിൻ എന്ന് പറയുന്ന പാസ്റ്റർ അവിടെ പ്രസംഗിക്കാൻ വന്ന അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ ഒരു വലിയ ദൈവശക്തി എന്റെ മേൽ ഇറങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, ഈ PG വർഗീസ് അങ്കിൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സ്വപ്നം ഞാൻ കണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഈ ബെന്നി പാസ്റ്റർ പറഞ്ഞു, PG വർഗീസ് അങ്കിളിനെ പോലെ ആത്മാവിൽ എരിവും അഭിഷേകമുള്ള ആളാണ് ആൽവിൻ പാസ്റ്റർ എന്ന് പറഞ്ഞു.
ഞാൻ അതിൽ സന്തോഷിച്ചെങ്കിൽ എവിടെയോ ഒരു അസംതൃപ്തി എനിക്ക് ഉണ്ടായിരുന്നു. കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും ബെന്നിപ്പാസ്റ്റർ സഹോദരൻ പി ജി വർഗീസ് അങ്കിളുടെ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ജിമ്മി എന്ന് പറയുന്ന സഹോദരൻ അവിടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പൊ അവിടെ നിന്ന് മാറി ഡൽഹിയിൽ വേറൊരു പ്രവർത്തനം ചെയ്യുകയാണ്. ആ കർത്താവിന്റെ ദാസൻ പി ജി വർഗീസിന്റെ അങ്കിളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പി ജി വർഗീസ് അങ്കിൾ കേരളത്തിൽ വന്നപ്പോൾ ബെന്നിപ്പാസ്റ്റർ ചർച്ചിൽ ഒരു മീറ്റിംഗ് ക്രമീകരിച്ച് പി ജി വർഗീസ് അങ്കിൾ അവിടെ വന്ന് പ്രസംഗിച്ചു. അന്ന് ഞാൻ കണ്ട സ്വപ്നം പോലെ എനിക്ക് വേണ്ടി പി ജി വർഗീസ് അങ്കിൾ പ്രാർത്ഥിച്ചു. സ്തോത്രം. അതെന്റെ ജീവിതത്തിൽ ഒരു അനുഭവമായിട്ട് ഞാൻ മനസ്സിലാക്കി. ആ പ്രാർത്ഥന കഴിഞ്ഞ പിന്നെ എന്റെ സുവിശേഷ ഭാരം, ആമേൻ, ഞാന് ഇങ്ങനെ ഒരു സ്ഥലത്ത് വായിച്ചു, ഓരോ രക്ഷിക്കപ്പെടാത്ത വ്യക്തിയും നമ്മുടെ മിഷൻ ഫീൽഡാണ്. രക്ഷിക്കപ്പെടാത്ത ഓരോ വ്യക്തിയും നമ്മുടെ മിഷൻ ഫീൽഡാണ്. അപ്പം എന്റെ ദർശനം എന്ന് പറയുന്നത്, ഞാൻ എവിടെ പോയാലും ട്രാക്ട് കൊടുക്കും. ഹോസ്പിറ്റലിൽ പോയാൽ എന്റെ അവസരം ഉണ്ടെങ്കിൽ ദൈവം ഓർമ്മപ്പെടുത്തിയാൽ അപ്പൊ തന്നെ കൊടുക്കും. കാരണം എന്നെ ഭരിക്കുന്ന ഒരു ചിന്ത, ചിലപ്പോൾ ഈ ട്രാക്ട് കൊടുക്കുമ്പോഴായിരിക്കും അദ്ദേഹം സ്വർഗത്തിൽ പോകാൻ അവസരം ഉണ്ടാകുന്നത്. അത് ഒരു ദിവസം പ്രവർത്തിക്കാൻ മാറ്റി വെച്ചിട്ട് പ്രവർത്തിക്കല്ലേ, എപ്പോഴും രാത്രിയെന്നോ പകലെന്നോ. ഞാൻ 12 മണി രാത്രിക്കും ട്രാക്ട് കൊടുത്തിട്ടുണ്ട്. എന്റെ വൈഫ് ഐസിയുവിൽ സർജറി ചെയ്ത് കിടക്കുമ്പോൾ പുറത്ത് ഞാൻ ട്രാക്ട് കൊടുത്തുകൊണ്ട് നടക്കാൻ ദൈവം എന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്റെ ചിന്ത, എല്ലാ സുവിശേഷകന്മാരോടും എന്റെ എളിയൊരു അഭ്യർത്ഥന, നമ്മൾ അങ്ങനെ ആയിരിക്കണം. എപ്പോഴും നമ്മുടെ കയ്യിൽ കുറെ ട്രാക്റ്റുകൾ ഉണ്ടാകണം. എവിടെ ചെന്നാലും ട്രാക്ട് കൊടുക്കണം, ബസ്സിൽ കൊടുക്കണം. നമ്മൾ അവിടെ അഭിമാനം വിചാരിച്ചിരിക്കും. നമുക്ക് വലിയ സ്റ്റേജുകൾ ഉണ്ടാവും. ഞാൻ ഈ ട്രാക്ട് കൊടുക്കുമ്പോൾ ഞാൻ കൺവെൻഷൻ പ്രസംഗിക്കുന്ന ആളാണ്. സ്തോത്രം. ഓരോ രക്ഷിക്കപ്പെടാത്ത ആളെ കാണുമ്പോഴും ആ വ്യക്തി ഒരു മിഷൻ ഫീൽഡ് ആണെന്നുള്ള ചിന്ത എല്ലാ സുവിശേഷകന്മാരെയും ആഴത്തിൽ ഭരിക്കണം. എല്ലാ സഭാ നേതൃത്വങ്ങളെയും ആഴത്തിൽ ഭരിക്കണം. സുവിശേഷ പ്രവർത്തനത്തിനായിരിക്കണം ഒന്നാം സ്ഥാനം കൊടുക്കുന്നത്. സുവിശേഷ പ്രവർത്തനം ചെയ്യുമ്പോൾ ബാക്കിയുള്ളതെല്ലാം വരും. നല്ല ഹോള് പണിയണം, നല്ല ചാരിറ്റബിൾ വർക്കുകൾ ചെയ്യണം. സുവിശേഷ വേല ചെയ്യുന്നവരെ നല്ല രീതിയിൽ കൈത്താങ്ങൽ ചെയ്യണം. ഇന്ന് നേരെ തിരിച്ചാണ് ദൈവസഭകൾ പലപ്പോഴും ചെയ്യുന്നത്. അത് മാരകമായ പാപമാണെന്ന് ഞാൻ ദൈവത്തിന്റെ ഒരു നാവായിട്ട് പറയുകയാണ്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി പൈസ ചെലവഴിക്കാതെ ക്രിസ്ത്യാനികൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ദൈവസനി മാരകമായ പാപമാണ്. ആ പാപത്തിന് നിത്യതയിൽ ദൈവസന്നിധിയിൽ കൈകെട്ടി നിൽക്കേണ്ടി വരും. അത് ചെയ്യുന്ന ലീഡർഷിപ്പ് മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ ദൈവത്തിന്റെ പ്രസാദം വേണ്ട അളവിൽ വരികയില്ല. അതെല്ലാം നേതൃത്വം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു ദിവസം ദൈവം എനിക്ക് അവസരം തന്നാൽ ഞാൻ എല്ലാ നേതൃത്വത്തോടും അത് സംസാരിക്കുകയും ചെയ്യും. കാരണം ഞാൻ ആ വിഷയത്തിൽ ദൈവത്തിന്റെ മനോഭാവമേ ഞാൻ പറയാൻ എനിക്ക് കഴിയത്തുള്ളൂ. ഞാൻ ട്രെയിനിൽ ട്രാക്ട് കൊടുക്കുന്ന വ്യക്തിയാണ്. ദൈവദാസന്മാരെ, ഗുജറാത്തിൽ പ്രവർത്തിക്കുന്നവരെ എനിക്ക് ഉപദേശിക്കാൻ ഒരു അർഹതയില്ല. നിങ്ങളത് ചെയ്യുന്നവരാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇത് ചിലപ്പോൾ കേൾക്കുന്നവർ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ, ഇതൊരു പൊതു മീഡിയ ആയതുകൊണ്ട് ഈ ശബ്ദത്തിലൂടെ ആരെങ്കിലും കണ്ണു തുറക്കപ്പെട്ടാൽ നിങ്ങൾ ആ കാര്യത്തിൽ ഊർജ്ജസ്വല. നിങ്ങളുടെ കയ്യിലും എന്റെ കയ്യിലും വരുന്ന പണം ഒന്നാമത് അത് കർത്താവിന്റെ സുവിശേഷത്തിന് വേണ്ടി കൊടുക്കണം. എത്രയോ ദൈവദാസന്മാർ ആമേൻ സുവിശേഷ വേല വളരെ സന്തോഷത്തോടെ ഒന്നുമില്ലായ്മയിൽ ചെയ്യുന്നുണ്ട്. അവരെ കാണാതെ ഇവിടെ കേരളത്തിൽ വലിയ വിശാലമായ സൗധങ്ങൾ ഉണ്ടാക്കി, പള്ളികൾ ഉണ്ടാക്കി. ഞാൻ ഇന്ന് താമസിക്കുന്ന വീട് വലിയ വീടാണ്, വാടക കൊടുക്കാതെ താമസിക്കുന്ന വലിയ വീടിനൊന്നും ഞാൻ എതിരല്ല. ആ വീട് പണിത ദൈവദാസനോട് ദൈവം ഒരു നിലയ്ക്ക് വീട് പണിയാൻ പുള്ളി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു, നീ 2 നിലയ്ക്ക് വീട് പണിയണോ? അങ്ങനെ വീട് പണിയണ്ടെന്ന് ഞാൻ പറയത്തില്ല. ദൈവം പറഞ്ഞാൽ പണിയണം. അദ്ദേഹം ഇന്ന് അമേരിക്കയിലാണ്. അദ്ദേഹം അങ്ങനെ വീട് പണിതുകൊണ്ട് സംഭവിച്ച തന്നെ, ഞാൻ താമസിക്കുന്ന വീടിന്റെ മേളിൽ നിന്ന് വർഷങ്ങളായിട്ട് ഒരു ആരാധനാലയമുണ്ട്. താഴെ ഒരു ദൈവദാസനായി ഞാൻ താമസിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം അങ്ങനെ പണിയാൻ പറഞ്ഞത്, അല്ലാതെ പ്രൗഢി കാണിക്കാനല്ല. അദ്ദേഹം ഒരു നിലയ്ക്ക് പണിയാൻ ഇരുന്ന ആളാണ്. ദൈവം അദ്ദേഹത്തോട് 3 പ്രാവശ്യം ഇടപെട്ടു, നീ ഒരു നിലയ്ക്ക് പണിയരുത്, നീ 2 നിലയ്ക്ക് പണിയണോ. അപ്പൊ ദൈവം വലിയ വീട് തരുന്നവനാണ്. പക്ഷെ അത് ദർശനമുള്ളവന്റെ പണിയണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന ദൈവമക്കൾ എല്ലാവരും, നിങ്ങളുടെ കയ്യിൽ ഇന്നു തൊട്ട് നിങ്ങളുടെ കിട്ടുന്ന വരുമാനം, പ്രത്യേകിച്ച് നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ വേല സത്യസന്ധമായി ചെയ്യുന്ന ആളുകൾക്ക് പണം അയച്ചു കൊടുക്കണം. നിങ്ങൾ ആവശ്യമില്ലാത്തടത്തേക്ക് പൈസ വെറുതെ ദുരുപയോഗം. നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന പണം നിങ്ങളുടെ ആവശ്യത്തിനും അത്യാവശ്യത്തിനും മാത്രം ഉപയോഗിച്ചിട്ട് അനാവശ്യമായി ഉപയോഗിക്കുന്ന മുഴുവൻ പണങ്ങളും നിങ്ങൾ
ആമേൻ. ഞാൻ എൻ്റെ 3 മക്കളാണ് എനിക്കുള്ളത്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് 1000 രൂപയ്ക്ക് മുകളിൽ ഇന്നു വരെ ഒരു കളിപ്പാട്ടം വാങ്ങി കൊടുത്തിട്ടില്ല. പ്രൈസ് ലോർഡ്. അത് വാങ്ങിക്കൊടുക്കാത്തതിന്റെ കാര്യം എനിക്ക് ദൈവം പൈസ തരാത്തോണ്ടല്ല. ഞാൻ അത് കളിപ്പാട്ടം വാങ്ങിക്കൊടുക്കുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന, മറ്റ് സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർ ഒരു നേരത്തെ ആഹാരം അവരുടെ കുഞ്ഞുങ്ങൾക്ക് മേടിച്ചു കൊടുക്കാൻ ഇല്ലാതിരിക്കുമ്പോഴാണല്ലോ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ദൈവം തരുന്ന സമൃദ്ധിയിൽ നിന്ന് ആമേൻ കളിപ്പാട്ടം വാങ്ങി കൊടുക്കുന്നതെന്നൊരു ചിന്ത എന്നെ ഭരിക്കുക. ഞാനത് തെറ്റായിട്ട് പറയുന്നില്ല, വാങ്ങിക്കൊടുക്കണം എന്റെ കുഞ്ഞുങ്ങൾക്ക്. അതുകൊണ്ട് ദൈവം ചെയ്തൊരു കാര്യം, ഞാൻ 6 വർഷം കട്ടപ്പനയിൽ ഒരു ഇൻഡിപെൻഡന്റ് ചർച്ചിലെ പാസ്റ്റർ ആയിരിക്കുമ്പോൾ 2 ചാക്ക് കളിപ്പാട്ടമാണ് എന്റെ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയത്. ഞാൻ അവരോട് പറയും, എന്തിനാ ഇത് മേടിക്കുന്നത്? അവർ വരുമ്പോ ഇത് മേടിച്ചുകൊണ്ട് വരും. എന്റെ കുഞ്ഞുങ്ങൾക്ക് കളിപ്പാട്ടം എല്ലാം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു സാക്ഷ്യം പറഞ്ഞത്, ഞാൻ 1 2 പ്രാവശ്യം ഒരു 250 രൂപ താഴെയുള്ള കളിപ്പാട്ടം മാത്രമേ പിള്ളേർക്ക് മേടിച്ചു കൊടുത്തു. എന്റെ ചിന്ത, കളിപ്പാട്ടം ഇല്ലെങ്കിൽ എന്റെ കുഞ്ഞുങ്ങളെ ദൈവം വളർത്തും. ഞാൻ കളിപ്പാട്ടം ഒന്നും ഉപയോഗിച്ച് വളർന്ന ആളൊന്നുമല്ല. ആമേൻ. ബർത്ത്ഡേ ആഘോഷിക്കാത്തൊരു വ്യക്തിയാണ്. എന്റെ കുഞ്ഞുങ്ങൾക്ക് അതൊക്കെ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വെക്കാറുണ്ട്. അപ്പം അതൊന്നും അല്ല വലിയ കാര്യം. നമ്മുടെ ആളുകൾ പലപ്പോഴും ഈ ലോകപ്രകാരമുള്ള മനുഷ്യർ പറയുന്ന പല കാര്യങ്ങൾക്ക് അനാവശ്യമായി പണം ചെലവഴിക്കും. ആവശ്യത്തിന് ചെലവഴിക്കണം ഞാൻ ഒരിക്കലും പറയുന്നത്. അതിനർത്ഥം ക്രിസ്തീയ ജീവിതം ഒരു ദാരിദ്ര്യത്തിന്റെ ലൈഫല്ല, ഒരു ധാരാളിത്തത്തിന്റെ ലൈഫും അല്ല. അതിൻ്റെ അകത്തൊരു എന്തുണ്ട്, ഒരു മിതവ്യയമുണ്ട്. നമുക്ക് ആവശ്യമുള്ളത്, അത്യാവശ്യമുള്ളത്, കംഫർട്ടായിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പണം ഉപയോഗിച്ചുകൊണ്ട് അതിലും അത്യാവശ്യമായതിലേക്ക് നമ്മൾ ചെലവഴിക്കുമ്പോൾ എത്ര സന്തോഷമാണ്. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു 1 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു 10,000 10,000 രൂപയോ സുവിശേഷ വേലയ്ക്ക് ചെന്നെന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം എത്രയോ സന്തോഷമാണ്. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ഇതൊരു ദൈവശബ്ദമായിട്ട് ഏറ്റെടുക്കണം കേട്ടോ. നിങ്ങളുടെ പണം എത്രയോ പാവപ്പെട്ട ദൈവദാസന്മാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ആമേൻ. നിങ്ങൾ എനിക്ക് അയച്ചു തരാനല്ല ഞാൻ പറയുന്നത്. എത്രയോ ദൈവദാസന്മാർ ഒരു 100 രൂപ അയച്ചു കൊടുത്തവർ ഒരാഴ്ച സന്തോഷത്തോടുകൂടെ ആമേൻ ചപ്പാത്തിയും കറിയും കൂട്ടി കഴിക്കുന്ന, അതായത് നമ്മൾ 1000 രൂപയ്ക്ക് ആഹാരം കഴിക്കുമ്പോൾ 100 രൂപ അയച്ചു കൊടുത്താൽ കഴിക്കുന്ന ദൈവദാസന്മാരുണ്ട്. 100 രൂപ. ഇന്ന് തൊട്ട് നിങ്ങൾ തീരുമാനിക്കണം, 100 രൂപ ഞാൻ വെച്ച് 10 ദൈവദാസന്മാർക്ക് നോർത്ത് ഇന്ത്യയിൽ മിഷണറി പ്രവർത്തനത്തിന് കൊടുക്കും. നിങ്ങൾ 10,000 ഒന്നും കൊടുക്കണം, 100 രൂപ അയച്ചു കൊടുക്കും. ചില ആൾക്കാർ ഞാൻ 1 കോടി രൂപ അയച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞിരിക്കും. ഒന്നും വേണ്ട, നിങ്ങൾ 100 അയച്ചു കൊടുക്കും. ആ 100 രൂപ 1 ലക്ഷം രൂപയായിട്ട് കാണുന്ന ഭക്തന്മാരുണ്ടെന്നേ. ഞാൻ നേരിട്ട് പോയി കണ്ട ആൾ. ഞാൻ ദൈവാസന്മാർക്ക് ഇങ്ങനെ കൊടുക്കാനായിട്ട് എനിക്ക് എന്റെ ദർശനം അതാണ്. ആമേൻ. സ്തോത്രം. ഞാൻ 1 ലക്ഷം രൂപ ഒന്നും അയച്ചു കൊടുത്തിട്ടില്ല ഫസ്റ്റ്. പക്ഷെ എനിക്കറിയാം ഞാൻ അയച്ചു കൊടുക്കുന്ന, ഇപ്പം എന്റെ ചിന്ത ഇതാണ്, പാസ്റ്റർക്ക് 1 ലക്ഷം രൂപ ആവശ്യമുണ്ട്, എന്റെ കയ്യിൽ 100 രൂപയുണ്ട്. അത് ഞാൻ അയച്ചു തന്നാൽ പിന്നെ പാസ്റ്റർക്ക് 99,900 രൂപ ഉണ്ടാക്കിയപ്പോൾ 1 ലക്ഷം രൂപയുടെ എന്നാൽ കഴിയുന്ന ഭാരം എനിക്ക് മാറ്റിവെക്കാം. അതുകൊണ്ട് എനിക്ക് വസ്ത്രത്തിന് കുറവ് പറ്റിയിട്ടില്ല. തക്ക സമയത്ത് ദൈവം കരുതും. പക്ഷെ നമ്മൾ കൊടുത്തില്ലെങ്കിൽ നമ്മൾ വിതയ്ക്കാതെ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? നമ്മുടെ കേരളത്തിലെ, നമ്മുടെ ഇന്ത്യയിലെ ദൈവമക്കൾ അമേരിക്കയിൽ നിന്ന് സപ്പോർട്ട് മേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ അവിശ്വസ്തരായോണ്ടാണ് പാസ്റ്റർമാരായ അവരുടെ അടുത്ത് പോയി സപ്പോർട്ട് മേടിക്കേണ്ടതായി വരുന്നതിന്റെ കാര്യം. നമ്മളിവിടെ എന്തെല്ലാം ദുർച്ചെലവുകൾ ചെയ്യുന്നുണ്ട്. ആവശ്യമില്ലാതെ ഫർണിച്ചർ മേടിക്കുന്നു, ആവശ്യമില്ലാതെ വസ്ത്രം മേടിക്കുന്നു, ആവശ്യമില്ലാത്ത ഫോൺ മേടിക്കുന്നു, നിശ്ചയമായിട്ട് ഇതൊരു ദൈവാലോചനയായിട്ട് എടുക്കണം. ഇത് പറയാൻ ഞാൻ ഇരുന്നല്ല, ഞാൻ പറയാം. ദൈവം തരുന്ന പണം ആവശ്യത്തിനും അത്യാവശ്യത്തിനും അല്ലാതെ അനാവശ്യത്തിന് ദൈവമക്കൾ ഉപയോഗിച്ചാൽ നിന്റെ മേൽ ദൈവത്തിന്റെ സ്പർശനം ഉണ്ടാകും. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. അത് ലീഡർ ആണെങ്കിലും സെൻട്രൽ പാസ്റ്റർ ആണെങ്കിലും അത് ഓവർസിയർ ആണെങ്കിലും ഏത് വലിയ പാസ്റ്റർ ആണെങ്കിലും അനാവശ്യമായി എന്ത് കാര്യത്തിന് ധാരാളിത്തം കാണിക്കുന്നു അത് ക്രൈസ്തവ വിശ്വാസത്തിന് ചേരുന്നതല്ലെന്ന് വിശുദ്ധ വേദപുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി ഞാൻ ആലോചന കൈമാറുകയാണ്. അത് ദൈവസഭകൾ ഏറ്റെടുത്താൽ നമുക്ക് ഒരു ദാരിദ്ര്യം ഉണ്ടാകത്തില്ല. ഫോറിൻ ഫണ്ടുകളൊക്കെ ക്ലോസ് ചെയ്യട്ടെ, നമ്മളിവിടെ കർത്താവിന്റെ വേല ചെയ്യും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അല്ലേ? അപ്പോസ്തല പ്രവൃത്തി പറയുന്നത് തന്നെ അവർക്കുള്ളതെല്ലാം അവർ പൊതുവെ എന്ന് ഇനിയിപ്പോ അടുത്ത വാക്യം പറയാം, ആർക്കും ഒന്നിനും ബുദ്ധിമുട്ടുണ്ടായി. ഇന്ന് വരെ കൊടുക്കാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ബോസ്. കാരണം ബൈബിള് പറയുന്നത് വിതയ്ക്കുന്നവന് വിത്തും കഴിക്കുന്നവന് ആഹാരവും തരുന്നവൻ. ദൈവം വിതയ്ക്കാൻ വിത്ത് തരും. ഞാൻ കൊടുക്കാൻ മനസ്സുള്ളവനാണ് വിതയ്ക്കാൻ എനിക്ക് വിത്ത് തരും.
ഞാൻ ഇന്ന് വരെ ഫോൺ കാശ് കൊടുത്ത് വാങ്ങിയിട്ടില്ല. എനിക്ക് ദൈവം സമയമാകുമ്പോൾ ഫോൺ തരും, അതുവരെ വെയിറ്റ് ചെയ്യും. സ്തോത്രം. എത്രയോ ദൈവദാസന്മാരെ സഹായിക്കാൻ ഞാൻ വലിയ കഷ്ടതയിലായിരിക്കുന്ന സമയത്ത്, ഇന്ന് ഞാൻ വലിയ പ്രതിസന്ധികളുടെ അകത്തിരിക്കുന്ന പല വിഷയങ്ങളുണ്ട്. അതിന്റെ അകത്തിരിക്കുമ്പോഴും കഷ്ടതയിൽ ഇരിക്കുന്നവർ കണ്ടു കൊടുക്കാൻ കർത്താവിനെ സഹായിക്കും. നമ്മൾ കണ്ടു ചെയ്യണം, അല്ലാതെ അവർ ചോദിക്കട്ടെ അവർക്ക് അങ്ങനെ ഉണ്ടാകുമോ എന്നൊന്നുമല്ല. ചിലപ്പോ ഉണ്ടല്ലോ, നമ്മൾ വലിയ കാറും പത്രാസൊക്കെ ഉള്ളവരാന്ന് ചിന്തിക്കുന്നവർക്ക് ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ ആയിരിക്കും അവരിയ്ക്കുന്നത്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ആന മെലിഞ്ഞ തൊഴുത്തി കെട്ടാൻ പറ്റൂ. വലിയ വലിയ സമ്പന്നന്മാരായ വലിയ ആനകളെ പോലെ നിന്ന ആളുകൾ മെലിഞ്ഞിരിക്കുക, അവരെ തൊഴുത്തി കെട്ടും. അവരന്ന് ജീവിച്ച അതേ രീതിയിൽ തന്നെ അവർക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതിനർത്ഥം അവരുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടെന്നല്ല. ചിലപ്പോൾ എന്റെ അനുഭവത്തിൽ പല എന്റെ ആത്മാർത്ഥ സ്നേഹിതരായ ആൾക്കാർ ഈ 100 രൂപ നമ്മൾ കൊടുക്കുമ്പോൾ, 200 രൂപ നമ്മൾ കൊടുക്കുമ്പോൾ ഒരാഴ്ച അവർ അതുകൊണ്ട് ജീവിച്ച കാര്യം പിന്നത്തേതിൽ അവർ പറഞ്ഞ് നമ്മൾ അതിശയിച്ചു പോയിട്ടുണ്ട്. ദൈവം പറയാണ് അത് കൊടുക്കടാ. അപ്പൊ നമ്മൾ ചോദിക്കും, അയ്യോ ലക്ഷങ്ങൾ കൈകാര്യം ചെയ്ത ആൾക്ക് എങ്ങനെ 200 രൂപ കൊടുക്കുന്നത്? പക്ഷെ ദൈവം പറയാ അന്നത്തെ ആവശ്യത്തിന് അദ്ദേഹത്തിന് അതായിരിക്കും ദൈവം കരുതിയത്. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇന്ത്യയിലെ സുവിശേഷീകരണം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ, ഇന്ത്യയിലെ ദൈവമക്കളുടെ കരങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കപ്പെടട്ടെ. എല്ലാ ഫണ്ട് അടഞ്ഞാലും നമ്മുടെ ഇന്ത്യയിലെ ഓരോ ഗ്രാമങ്ങളിലുള്ള ദൈവദാസന്മാരും വസ്ത്രത്തിനോ മക്കളെ പഠിപ്പിക്കാനോ ആശുപത്രി പോകാനോ ആമേൻ ഹോള് പണിയാനോ വാഹനം മേടിക്കാനോ അവരുടെ ആവശ്യങ്ങൾക്ക് ഒരു കുറവും വരുത്താതെ നമുക്ക് നമ്മുടെ ദൈവദാസന്മാരെ കൈക്ക് പിടിച്ച് നടത്തണം. ആമേൻ. ഈ ദൂത് എത്ര പേർ ഏറ്റെടുക്കും? നിങ്ങൾ ഏറ്റെടുത്താൽ നമുക്ക് ഇന്ത്യയെ സുവിശേഷീകരിക്കാനുള്ള ഫണ്ട് ഇന്ത്യയിലുണ്ട്. എന്റെ ഈ ദൈവം തരുമെന്നാണ് എന്റെ വിശ്വാസം. ആമേൻ. ഇത് കേൾക്കുന്നവര് എന്റെ ഉള്ളിലൊരു ഭാരം ഞാൻ പറയാം, നിശ്ചയമായിട്ടും നിങ്ങളുടെ കണ്ണ് ദൈവം തുറക്കും. കാരണം ഞാൻ അങ്ങനെ ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ട് സ്തോത്രം. ഇത് ഞാൻ ഈ പറയുന്ന ചിലർക്ക് പിണക്കം ഉണ്ടാകാനുള്ള ദൂതാണ്. മുഖം നോക്കിയല്ല ഞാനിത് പറയുന്നത്, തുറന്നു പറയുകയാണ്. അത് ആരോടും പറയും. ആമേൻ. AG-യിലെ സൂപ്രണ്ടിനോടും ഞാനിത് പറഞ്ഞു. സ്തോത്രം. കാരണം അവരാരും അല്ല നമ്മളെ വേലയ്ക്കാക്കിയത്. നമുക്ക് ദൈവം തന്ന ദൂത് ഇരമ്യാവിനെ പോലെ നമ്മൾ പറയും. അപ്പം ഇരമ്യാവിനോട് ദൈവം പറഞ്ഞ എന്നാ, നീ പൊളിക്കേണ്ടത് പൊളിക്കണം, ഇടിക്കേണ്ടത് ഇടിക്കണം, നിർമൂലമാക്കേണ്ടത് നിർമൂലമാക്കണം. എന്നിട്ട് നീ എന്ത് ചെയ്യണം? പണിയുകയും നടുകയും ചെയ്യണം. പൊളിച്ചിട്ട് പോവല്ല, പണിയേണ്ടത് പണിയണം. തെറ്റായ പണികളെല്ലാം കേരളത്തിലെ സഭയിൽ നിന്ന് മാറട്ടെ, ഇന്ത്യയിലെ സഭയിൽ നിന്ന് മാറട്ടെ. ശരിയായി ഈ പണി ക്രൈസ്തവ ദർശനത്തിൽ ഇന്ത്യൻ സഭ വന്നാൽ ഗുജറാത്തിൽ ഇരിക്കുന്ന അഭിഷിക്തനും കരയേണ്ടി വരത്തില്ല. ഇന്ത്യയിലെ അഭിഷിക്തന്മാർ കരയേണ്ടി വരില്ല. എനിക്കറിയാം പ്രിയപ്പെട്ട ദൈവദാസനും ഒരുപാട് കരഞ്ഞോണ്ടായിരിക്കും ആ ദേശത്ത് വേല ചെയ്യുന്നത്. കാരണം അവിടെ ദേശം നല്ല 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 ഭൂമി അല്ലത്. പക്ഷേ ആമേൻ, ദൈവം കരുതുന്നു. പക്ഷെ ദൈവമക്കളോട് കരുതണം. പൗലോസ് അത് പറയുന്നുണ്ടല്ലോ. ആമേൻ. സ്തോത്രം. എന്താ പറയുന്നത്? നിങ്ങൾ എന്നെ കുറിച്ച് വിചാരപ്പെട്ടതിനാൽ ഞാൻ സന്തോഷിക്കുന്നുണ്ട്. ആമേൻ. നമുക്ക് അങ്ങനെ ചെയ്യണം. ആ ഒരു ദൗത്യം ഈ 2025 നമുക്ക് ചലഞ്ചീവായിട്ട് ഏറ്റെടുക്കും. സ്തോത്രം. അപ്പം ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയി വിശ്വാസ ജീവിതം നയിക്കാൻ തുടങ്ങി. കർത്താവ് ഇതുവരെ നടത്തി. ഞാൻ വിവാഹിതനായി. കർത്താവ് എനിക്ക് 3 കുഞ്ഞുങ്ങളെ തന്നു. എന്റെ മൂത്ത മോന്റെ പേര് അനോയിന്റ് എന്നാണ്, എന്നോടൊപ്പം ഇവിടെ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ മോളുടെ പേര് അമേസ് എന്നാണ്. മൂന്നാമത്തെ മോളുടെ പേര് റിജോയ്സ്. എന്നാൽ 2023 2020 ആയപ്പോൾ എന്റെ പിതാവിന് COPD എന്ന് പറഞ്ഞ രോഗം വന്നു. ഞങ്ങളുടെ സാമ്പത്തികമായ തകർച്ചകളൊക്കെ ദൈവം മാറ്റി. എന്റെ പിതാവ് നന്നായിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങി. എന്റെ പിതാവ് നാട്ടിൽ മേടിച്ച മുഴുവൻ കടങ്ങളും 26 വർഷമായി കിടന്ന കടങ്ങൾ വരെ കൊടുത്തു. അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ അദ്ദേഹം മേടിച്ചിട്ട് കൊടുത്ത ആൾക്കാർ മറന്നവരെ പോലും പോയി കണ്ടെത്തി മുഴുവൻ കടങ്ങളും കൊടുത്തു. അദ്ദേഹത്തിന് ദൈവം പണം കൊടുത്തു. നല്ലപോലെ കാർഷികമായി അഭിവൃദ്ധി ഉണ്ടായി. എന്റെ പിതാവിന്റെ കടങ്ങൾ തീർന്നു. ആ സമയത്ത് എന്റെ പിതാവ് ക്യാൻസർ രോഗിയായി. അതിന് നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് എടുത്തു. അതിന് ഒരുപാട് ആശ്വാസം ലഭിച്ചു. 4 വർഷക്കാലം അദ്ദേഹം വീണ്ടും, അദ്ദേഹത്തിന്റെ ശ്വാസകോശ സംബന്ധമായ രോഗം ഉണ്ടായിരുന്നു. 4 വർഷക്കാലം വളരെ സന്തോഷവാനായി എന്നോടൊപ്പം താമസിച്ച് ഞാനും എൻ്റെ അമ്മയും എൻ്റെ 3 കുഞ്ഞുങ്ങളെയും കണ്ട് കഴിഞ്ഞ നവംബർ 7-ാം തീയതി അദ്ദേഹത്തെ ഞാനാണ് സ്നാനപ്പെടുത്തിയത്. സ്നാനപ്പെട്ട് 3 മാസങ്ങൾക്ക് ശേഷം, രക്ഷിക്കപ്പെട്ട് 10 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം സ്നാനപ്പെട്ടത്. 3 മാസങ്ങൾക്ക് മുമ്പ് സ്നാനപ്പെട്ട് ഒരു ദിവസം രാവിലെ ഒരു അല്പം പ്രയാസത്തോടെ, അപ്പൊ ദൈവം എന്നോട് പറഞ്ഞു, ഇനി നീ പ്രാർത്ഥിക്കേണ്ട, നിന്റെ പിതാവിനെ ഞാൻ വിളിക്കാൻ പോവുകയാണ്. എന്നെ ഒരു വചനം ഓർമ്മപ്പെടുത്തി. യേശു പ്രാണനെ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു.
ആ വചനം ഓർമ്മപ്പെടുത്തിയപ്പോൾ കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിന്റെ ICUവിൽ എന്റെ പിതാവ് കിടക്കുമ്പോൾ ഞാന് പ്രാർത്ഥിച്ചു, കർത്താവെ നിന്റെ ഹിതമാണെങ്കിൽ നീ എടുത്തുകൊള്ളുക. എനിക്ക് വളരെ പ്രത്യാശതയൊന്നും എന്റെ പിതാവ് സ്വർഗത്തിലുണ്ട്. ഇനി അദ്ദേഹത്തിന് ചികിത്സിച്ചിട്ട് കാര്യമില്ല, കാരണം വളരെ വേദനയുള്ള സ്ഥലത്ത് ഈ ക്യാൻസർ രണ്ടാമതും വന്നു. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഇനി ദൈവത്തിന്റെ സമയമായി നമ്മൾ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ച് പ്രതിസന്ധി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. സന്തോഷത്തോടെ എന്റെ പിതാവിനെ പ്രാർത്ഥിച്ചു. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ICUവിൽ നിന്ന് വന്ന് പറഞ്ഞു, കയറി കണ്ടുകൊള്ളുക, പിതാവ് മരണത്തോടടുക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ അച്ചാച്ചൻ മരിക്കുകയാണ്. ഞങ്ങൾ വളരെ പ്രത്യാശയോടുകൂടെ എന്റെ പിതാവിനെ നിത്യതയിലേക്ക് യാത്രയാക്കി, സ്വന്തം വീട്ടിലേക്ക് യാത്രയാക്കി, അത്യുത്തമമായതിലേക്ക്, ലാഭമായതിലേക്ക് യാത്ര. പിതാവ് ഞങ്ങളോടൊപ്പം ഇല്ലാത്തത് വളരെ ഒരു ദുഃഖം ഒരു സൈഡിലുണ്ടെങ്കിലും എന്റെ പിതാവിന്റെ കടമകളെല്ലാം നിർവഹിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ചെന്നെന്നുള്ള വലിയ പ്രത്യാശ. എന്നാൽ 2023 വലിയ ഒരു പ്രതിസന്ധി ഞങ്ങൾ നേരിട്ടു. അത് ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ വൈഫ്, 32 വയസ്സുള്ള എന്റെ വൈഫിന് ബ്രസ്റ്റിൽ ഒരു ക്യാൻസർ കണ്ടെത്തി. അത് 3rd സ്റ്റേജായി. അതിന് 3rd സ്റ്റേജ് ആയപ്പോൾ ഞാൻ തകർന്നുപോയി. അപ്പൊ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരു വചനം ദൈവം തന്നു. മുള്ളിന് പകരം സരളവൃക്ഷവും പറക്കാരയ്ക്ക് പകരം കൊഴുന്തും മുളയ്ക്കും. അപ്പൊ അതിനു മുമ്പ് ഒരു വചനം ദൈവം തന്നു, അവനെ തകർത്ത് കളയുവാൻ ദൈവത്തിന് പ്രസാദം. ദൈവം എന്നെ തകർക്കുവാനായി ഈ ഒരു സാഹചര്യത്തിലൂടെ കടത്തിവിടുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. എന്റെ വൈഫിനോട് ഞാനത് പറഞ്ഞില്ല. ഞങ്ങൾ വളരെ തകർന്നുപോയി. കാരണം എന്റെ മൂത്ത കുഞ്ഞിന് 7 വയസ്സ്, രണ്ടാമത്തെ കുഞ്ഞിന് 4 വയസ്സ്, എന്റെ മൂന്നാമത്തെ കുഞ്ഞിന് 1 വയസ്സ് തികയുന്നത്. ശരിക്കും തകർന്നുപോയി. 3rd സ്റ്റേജിൽ എത്തിയെന്ന് മനസ്സിലാക്കി. നേരത്തെ ഒരു മുഴ കണ്ടിരുന്നു. ഞങ്ങൾ അതിനെ, എന്നാൽ എന്റെ പിതാവ് ആ സമയത്ത് പറയും, മോനെ നിന്റെ വൈഫിനെ, മോളെ കൊണ്ടുപോയി കാണിക്കണം. അപ്പൊ ഞങ്ങൾ ഈ ഒരു കാര്യമാണ് ചിന്തിക്കുന്നില്ലല്ലോ. ഞങ്ങളത് ഒരു ചിന്തയിൽ പറഞ്ഞ ഇച്ചിരി അശ്രദ്ധ കാണിച്ചു എന്ന് വേണേൽ പറയാം. എങ്കിലും ദൈവം എല്ലാം അറിയുന്നുണ്ട്, സ്തോത്രം. എന്നാൽ ഇവൾക്ക് ഇങ്ങനെ ഒരു രോഗം വരുമെന്ന് പലരും ദർശനം കണ്ടിരുന്നു. അവരാരും ഞങ്ങളോട് പറഞ്ഞുമില്ല. അവരെല്ലാം പ്രാർത്ഥനയിൽ വെച്ചിരുന്നു. ഞങ്ങളുടെ ടീമിൽ വർക്ക് ചെയ്യുന്ന 2 പേർക്ക് ക്യാൻസർ രോഗം വരുന്നതായിട്ട് അവർ കണ്ടിരുന്നു. അപ്പൊ ദൈവം എല്ലാം അറിയുന്നുണ്ടല്ലോ. നമ്മൾ ഏത് സ്റ്റേജിൽ കാണിച്ചാലും ദൈവം അതൊരു ആശ്വാസമുണ്ട്. നമുക്ക് എന്ത് വന്നാലും ദൈവം അറിയുന്നുണ്ട്. ആ ക്യാൻസർ വന്നാലും എന്ത് വന്നാലും. അപ്പൊ അത് ഞങ്ങളെ ബലപ്പെടുത്തി. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. എവിടെ ആശുപത്രിയിൽ പോകണം? ദൈവം കോട്ടയം കാരിത്താസിൽ കാണിച്ചു. അവിടെ പോയി എന്റെ വൈഫിന് ആദ്യം ജില്ലാ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു. അപ്പൊ അവിടെ കാണിച്ചപ്പോൾ ഇത് ക്യാൻസർ ആണെന്ന് പറഞ്ഞില്ല അവര്. ഇതൊരു മുഴയാണെന്ന് പറഞ്ഞു, ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു. വളരെ വേദന യിലൂടെ പ്രിയ മകൾ കടന്നുപോയി. ഞങ്ങൾ ആശ്വസിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തു. പിടിച്ചു നിന്ന് വിശ്വാസം പറഞ്ഞു ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയി. അവിടുത്തെ സർജറി കഴിഞ്ഞ് അത് ബയോപ്സിക്ക് അയച്ചപ്പോൾ ക്യാൻസർ ആണെന്ന് തെളിഞ്ഞു. അപ്പോൾ എന്റെ ഉള്ളിൽ ഒരു ചിന്ത വന്നു. ഞങ്ങൾ അന്ന് എന്റെ പിതാവിന്റെ ചികിത്സയൊക്കെയായി ബന്ധപ്പെട്ട് സാമ്പത്തികമായി വീണ്ടും ഞങ്ങൾ വളരെ താഴ്ന്ന ലെവലിലേക്ക് വന്നു. ഞാൻ ഒരു തിരക്കേറിയ ശുശ്രൂഷകനല്ല, വലിയ ശുശ്രൂഷാപരമായ ഒരു വരുമാനങ്ങളൊന്നുമില്ല. വിശ്വാസത്താലുള്ള സഞ്ചാരമാണ്. ദൈവം കരുതും, അതാണ് അന്നും ഇന്നും നമ്മുടെ ധൈര്യം. വിളിച്ച ദൈവമാണല്ലോ നമുക്ക് കൂലി തരേണ്ടത്. ആ ദൈവം തരുന്നുണ്ട്, സ്തോത്രം തരികയും ചെയ്യും. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ബയോപ്സി റിപ്പോർട്ട് വന്നപ്പോൾ വീണ്ടും നമ്മൾ തകർന്നുപോയി. കാരണം പോസിറ്റീവാണ്, ക്യാൻസർ ആണ്. ഞങ്ങൾ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത വന്നു. കഴിഞ്ഞ 8 വർഷം അവൾ എന്നോട് കൂടെ സുവിശേഷ വേലയിൽ ഒരു ഡിമാൻഡും കാണിക്കാതെ സുഖത്തിലും ദുഃഖത്തിലും എല്ലാം സഹിച്ച് ഉള്ളത് കൊണ്ട്, അവളുടെ പിതാവ് ഒരു പാസ്റ്ററാണ്. അവർ സുവിശേഷത്തോട് വലിയ താല്പര്യമുള്ളവരായതുകൊണ്ട് അതിന്റെ കാര്യങ്ങളെല്ലാം അവൾക്കറിയാം. ആദ്യമൊക്കെ സുവിശേഷ വേലയിൽ ബൈബിൾ സെമിനാരി വിവാഹത്തിന് മുമ്പ് 2 വർഷങ്ങൾക്ക് മുമ്പ് ഈ വീട്ടിലെ സുവിശേഷ വേലയുടെ തിക്താനുഭവങ്ങളൊക്കെ കണ്ട വ്യക്തി എന്ന നിലയിൽ അവൾക്ക് ബുദ്ധിമുട്ട്, ഇതിനോട് താല്പര്യമില്ലായിരുന്നു. എന്നാൽ കർത്താവ് ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് കർത്താവ് അവൾക്ക് ശക്തമായ ആലോചന കൊടുത്ത് അവൾ ബൈബിൾ സെമിനാരി പോയി കർത്താവിന്റെ വേലയിലേക്ക് കടന്നു വന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ വിവാഹം നടന്നത്. ഞങ്ങള് 7-8 വർഷം സന്തോഷത്തോടുകൂടെ ജീവിച്ചു. 2-3 കുഞ്ഞുങ്ങളെ ദൈവം ഞങ്ങൾക്ക് നൽകി. കുഞ്ഞുങ്ങൾക്ക് നല്ല പേരുകൾ ദൈവം നൽകി. സന്തോഷകരമായ ജീവിതത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ വലിയ പ്രതിസന്ധി ഞങ്ങളുടെ മുമ്പിൽ വന്നത്. ഒത്തിരി ദൈവസന്നിധിയിൽ ഒരുപാട് കരഞ്ഞു. അത് കരഞ്ഞില് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ എന്റെ കാറ് അതിന് സാക്ഷിയാണ്.
എന്റെ കാറ് ഞാനുമാണ്. ഞാൻ എത്രമാത്രം സങ്കടപ്പെട്ട് കരഞ്ഞിട്ടുണ്ട്. കാരണം അങ്ങനത്തെ ഒരു സാഹചര്യം പറയാതെ നിങ്ങൾക്കറിയാം. അങ്ങനെ ഞാൻ ചിന്തിച്ചു, ഈ 8 വർഷം അവൾ എന്നോട് കൂടെ സേവിച്ച ഇവൾക്ക് എനിക്ക് കൊടുക്കാൻ കഴിയുന്ന 2 കാര്യം: അവൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. 2, ഏറ്റവും നല്ല ചികിത്സ അവൾക്ക് എത്രയും വേഗത്തിൽ കൊടുക്കണം. അതിന് ഞാൻ ചിന്തിച്ചു, എന്റെ കാറ് വിൽക്കാം. അപ്പൊ ഒരു 3 ലക്ഷം രൂപ കിട്ടും. ബാക്കി പൈസയൊക്കെ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാം. അപ്പൊ ഞാൻ എന്റെ വളരെ പ്രിയപ്പെട്ട 2 സഹോദരങ്ങളോട് വിളിച്ചത് പറഞ്ഞപ്പോൾ അവര് വളരെ പ്രാർത്ഥിക്കുന്നവരായതുകൊണ്ട് അവരെന്നോട് പറഞ്ഞു, മോനെ, ഇത് മോൻ തന്നെ നേരിട്ട് സ്വന്തം ഏറ്റെടുക്കണം. ഇതെന്നെ തകർത്തു കളഞ്ഞു. അവരെന്നെ സഹായിക്കുമെന്ന് ചിന്തിച്ചാണ് ഞാൻ. അപ്പോൾ എന്റെ ഉള്ളിൽ ഒരു ചിന്ത വന്നു, നീ അവരുടെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് അവരോട് ചോദിച്ചിട്ട്, അവരോട് നിനക്ക് അങ്ങനെ വിശ്വാസമുണ്ടെങ്കിൽ നിന്റെ അപ്പനായ എന്നെ നിനക്ക് എത്രമാത്രം വിശ്വസിക്കാം? ഞാനത് വിശ്വസിച്ചുകൊണ്ട് കാരിത്താസിൽ പോയി ചികിത്സകൾ ആരംഭിച്ചു. ഇന്ന് 2 വർഷത്തോട് അടുക്കുകയാണ്. ആദ്യത്തെ 8 കീമോതെറാപ്പി, ഒരു സർജറി അവിടെ ചെയ്തു, ഒരു റേഡിയേഷൻ, 23 റേഡിയേഷൻ ചെയ്തു. എന്റെ വൈഫിന്റെ മുടികളെല്ലാം പോയി. ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ, ഈ കീമോതെറാപ്പി യേശുവിന്റെ രക്തമായി മാറണം. അവര് പറഞ്ഞ സൈഡ് എഫക്റ്റുകൾ, മുടി പോയതൊഴിച്ച് കാര്യമായ സൈഡ് എഫക്റ്റുകളൊന്നും ഇല്ലാതെ ആ ചികിത്സാ ഘട്ടം മുന്നോട്ട് പോയി. എന്നാൽ വീണ്ടും പ്രതിസന്ധികൾ ഉണ്ടായി. വീണ്ടും ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കുറച്ചു കാലത്തിന് ശേഷം എന്റെ വൈഫിന്റെ ബ്രെയിനിലേക്ക് വീണ്ടും ആ രോഗം വന്നു. അതിന് ഞങ്ങളൊരു സർജറി ചെയ്യാനായിട്ട് താല്പര്യപ്പെട്ട ഡോക്ടേഴ്സ് പറഞ്ഞു, ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ട, അതിന് ഏറ്റവും നൂതനമായ ഒരു റേഡിയേഷൻ രീതി അന്നത്തേന് ആ ഹോസ്പിറ്റലിൽ വന്നു. റേഡിയേഷൻ ചെയ്തു. വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ഏരിയയിലാണ് അത് വന്നത്. എന്നാൽ കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരുന്നു. ഇന്ന് ഏകദേശം 9 ലക്ഷം രൂപയോളം അതിന് ചെലവഴിച്ചു. ഇന്ന് എന്റെ വൈഫ് വീണ്ടും പലപ്പോഴും തലവേദനയാൽ ഹോസ്പിറ്റലായിരിക്കുന്നു. ഇന്നും ആ രോഗത്തിന്റെ പ്രതിസന്ധി പൂർണ്ണമായി മാറിയിട്ടില്ല. 34 വയസ്സുണ്ട്. എന്നാൽ ഇതുവരെ അവളുടെ പ്രത്യാശ അവൾ കൈവിട്ടിട്ടില്ല. എന്നോട് കൂടെ നിൽക്കുന്ന ഞങ്ങളെല്ലാവരും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും. എണ്ണ പ്രാർത്ഥിച്ച് തേക്കും, വെള്ളം പ്രാർത്ഥിച്ചു കൊടുക്കും. ആമേൻ. പലപ്പോഴും ചില പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി തന്നില്ല, ചില പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി തന്നു. ആ ഹോസ്പിറ്റലിലെ എല്ലാ ചെലവുകൾക്കും ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവമക്കളും ഞങ്ങൾ ചോദിക്കാതെ തന്നെ ഞങ്ങളെ സഹായിച്ചു. ആമേൻ. അതെല്ലാം തക്ക സമയത്ത് ദൈവം കരുതി. അപ്പൊ നമ്മൾ ചിലപ്പോൾ രോഗാവസ്ഥയിലൂടെ കടന്നു പോകത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ആശുപത്രി കയറിയിട്ട് ദൈവഹിതമാണെങ്കിൽ ആശുപത്രി ബില്ലും ദൈവം അടയ്ക്കും. ആമേൻ. നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവം നടത്തും. ഇപ്പോൾ എന്റെ വൈഫ് വളരെ ശാരീരിക ക്ഷീണത്തിലായിരിക്കുന്നു. വീണ്ടും ഒരു 6 കീമോതെറാപ്പി കൂടി പറഞ്ഞിട്ടുണ്ട്. ബ്രെയിനിലെ ആ കാര്യം ഏകദേശം 14 കീമോതെറാപ്പി കഴിഞ്ഞു. ഇനി ഒരു 6 കൂടി പറഞ്ഞിട്ടുണ്ട്. ആ കീമോതെറാപ്പികളിലൂടെയാണ് അവർക്ക് ഇനി ചെയ്യാനായിട്ടുള്ളൂ. വളരെ പ്രയാസകരമായ ഒരു വൈദ്യശാസ്ത്രത്തിലെ റിപ്പോർട്ടുകളാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത്. പക്ഷെ ഞങ്ങൾക്ക് ഒരുറപ്പുണ്ട്, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല, ദൈവം അനുവദിക്കാതെ ഒന്നും സംഭവിക്കത്തില്ല. അവൻ ആദ്യനും അന്തിനുമാണ്. അതിന്റെ ദുഃഖങ്ങൾ, വേദനകളൊക്കെ ഒരു സൈഡിലുള്ളപ്പോഴും നമ്മുടെ കർത്താവ്, ഞാൻ അവസാനം ചിന്തിച്ചു, എന്റെ ഭാര്യയെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് 10 വർഷമായുള്ളൂ. പക്ഷെ എന്റെ ഭാര്യയെ ലോക സ്ഥാപനത്തിന് മുമ്പ് അവൾ ദൈവത്തിന്റെ മകളാണ്. ആമേൻ. എന്റെ മക്കളെ എനിക്ക് കിട്ടിയിട്ട് 10 വർഷമാകുന്നുള്ളൂ. പക്ഷെ ലോക സ്ഥാപനത്തിന് മുമ്പ് അവർ ദൈവത്തിന്റെ മക്കളാണ്. അവരെ എങ്ങനെ വളർത്തണം, അവരെ ആര് വളർത്തണം എന്നെല്ലാം നമ്മളല്ല ചിന്തിക്കുന്ന, ദൈവമാണ് ചിന്തിക്കുന്നത്. ഇന്ന് വളരെ വേദനയാൽ ഭക്ഷണം ഇറക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഞങ്ങളുടെ വീട്ടിൽ വന്ന് കണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊരു വലിയ പ്രയാസത്തിലൂടെയാണ് ഞങ്ങൾ ഇരിക്കുന്നതെന്ന് ആർക്കും അങ്ങനെ കാര്യമായി മനസ്സിലാക്കുന്നില്ല. എന്റെ അടുത്ത സഹോദരങ്ങൾക്ക് മാത്രം, ക്രിസ്തീയ സഹോദരങ്ങൾക്ക് മാത്രമേ അറിയൂ. ഞങ്ങളുടെ ബന്ധുമിത്രാദികളോടൊന്നും ഞങ്ങൾ അങ്ങനെ പറയാറ്. നിങ്ങൾ പ്രാർത്ഥിക്കണം, ശക്തമായി പ്രാർത്ഥിക്കണം. ഇപ്പോൾ വളരെ വേദനാജനകമായ ഒരു ശാരീരിക അവസ്ഥയിലാണ് എന്റെ വൈഫ് ആയിരിക്കുന്നത്. ഈ തിങ്കളാഴ്ച തൊട്ട് കീമോതെറാപ്പി 3-ാം റൗണ്ട് എടുക്കണമെന്ന് ഞങ്ങൾ ചിന്തിക്കുന്നു. മനസ്സുകൊണ്ട് ഒരു താല്പര്യവും ഇല്ല. പല സൈഡ് എഫക്റ്റുകൾ അവർ പറഞ്ഞിട്ടുണ്ട്. മുടി പോകുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ വേദനയാൽ അവള് ഭവനത്തിലായിരിക്കുന്നു. എങ്കിലും ഞങ്ങൾക്ക് വലിയ ധൈര്യം യേശുവിലുണ്ട്. യേശുക്രിസ്തുവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യമുണ്ട്. ദൈവത്തിന് അസാധ്യമായിട്ട് ഒരു കാര്യവും ഇല്ല. ഒരു രോഗവും ദൈവത്തിന്റെ മുമ്പിൽ ഒന്നുമല്ല. ഈ വിഷയത്തിൽ ഞങ്ങൾ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ. ആമേ. ഞങ്ങളുടെ ശുശ്രൂഷ ഒരർത്ഥത്തിൽ ഇന്ന് ഇവിടെ വന്നിരുന്ന ഈ സാക്ഷ്യം പറയാൻ കഴിയുന്ന ഒരു അവസ്ഥയിൽ അല്ല. രോഗവുമായി ബന്ധപ്പെട്ട് ഞാൻ ചിന്തിച്ച, പക്ഷെ കർത്താവ് എന്നെ കൊണ്ട് ഈ സമയത്ത് ട്രാക്റ്റുകൾ കൊടുപ്പിക്കുന്നു, പരസ്യങ്ങളിൽ പ്രസംഗിക്കുന്നു. ഞാനും എൻ്റെ മോനും കൂടി പോകും. അവൾക്ക്
ഫുള്ളായിട്ട് ബെഡിൽ റെസ്റ്റ് എടുക്കുന്നതുകൊണ്ട് അവൾ വരാത്ത, അല്ലെ ഞങ്ങൾ പോകും. കാരണം ഈ ലോകത്ത് നമുക്ക് ദൈവം തരുന്ന ആയുസ്സിൽ ആരോഗ്യമുള്ളിടത്തോളം കാലം കർത്താവിനെ സേവിക്കണം. കാരണം ഇതല്ലാതെ വേറൊരു ജോലി നമുക്ക് നിലനിൽക്കുന്നതായിട്ടില്ല. സ്തോത്രം. അപ്പം നിത്യതയുടെ പ്രത്യാശകളും ഈ ലോകത്തിലെ വാഗ്ദത്തങ്ങളുടെ പ്രത്യാശകളുമായി ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകും. ഞങ്ങളുടെ വളരെ സാമ്പത്തികമായി എൻ്റെ പിതാവിന്റെ ചികിത്സ, മാതാവിന്റെ ചികിത്സകളൊക്കെ പല നിലയിൽ നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെയും ഒന്നിനും കുറവില്ലാതെ ദൈവം നമ്മളെ നടത്തും. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നീ ഒരു വലിയ പ്രതിസന്ധിക്കകത്തിരിക്കുമ്പോൾ നിന്നെ അറിയുന്ന, നിന്നെ തുണയ്ക്കുന്ന, നിന്നെ കരുതുന്ന ഒരു കർത്താവുണ്ട്. കർത്താവ് നിന്നെ നയിക്കുന്ന പാതകളിൽ എല്ലാം നന്മയ്ക്കാക്കി തീർക്കാൻ, അത് നിത്യതയിലും ഈ ഭൂമിയിലും നന്മയ്ക്കാക്കി തീർക്കാൻ കഴിയുന്ന ആദ്യനും അന്ത്യനുമായ ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കഷ്ടങ്ങളിലും നമുക്ക് ദൈവത്തെ ആരാധിക്കാം. കഷ്ടത എന്ന കഠിന ശോധനയിലും നമുക്ക് ദൈവസന്നിധിയിൽ നിലനിൽക്കാൻ കഴിയും. അഗ്നിശോധനയിലൂടെയാണ് ഞങ്ങൾ ഇപ്പോൾ കടന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പലരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ. ഇപ്പോൾ വളരെ ശാരീരികമായ വേദനകൾ ഉള്ളപ്പോൾ ഭക്ഷണം ഇറക്കാനായിട്ട് ചിലപ്പോൾ കഴിയാതെ വരും. അങ്ങനെ വിവരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വേദനകളിലൂടെ കഴിഞ്ഞ 1 വർഷമായിട്ട് എൻ്റെ വൈഫ് കടന്നു പോകും. പക്ഷെ ഈ വേദനയുടെ നടുവിൽ അവൾ പലവട്ടം ദർശനങ്ങൾ കണ്ടു. ചില പാട്ടുകൾ അവൾ എഴുതി, ചില പാട്ടുകൾ ട്യൂൺ ചെയ്തെടുത്തു. ദൈവത്തിന്റെ ആത്മാവ് അവൾക്ക് പല ദർശനങ്ങളും ആലോചനകളും കൊടുത്തു. ദൈവത്തിന്റെ പദ്ധതിക്കായി ഞങ്ങൾ ഏൽപ്പിച്ച് ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഒരു ദൂത് പറയാനുള്ളത്, കർത്താവ് നമുക്ക് തുണയാണ്. നമ്മൾ ഏത് സാഹചര്യത്തിലും കർത്താവ് നമ്മൾക്ക് തുണയാണ്. ഈ ഒരു കഷ്ടതയിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ചിലപ്പോൾ നമ്മളെ സഹായിക്കണമെന്ന് ചിന്തിക്കുന്നവർക്ക് നമ്മളെ സഹായിക്കാൻ കഴിവില്ലാതെ വന്നേക്കാം. എപ്പോഴും നമ്മുടെ അടുത്ത ആളുകൾ ഉണ്ടാകണമെന്ന് ചിന്തിക്കുമ്പോൾ ഇരിക്കാൻ ആളുകൾക്ക് കഴിയില്ല. ഒരു ICUവിൽ എൻ്റെ വൈഫിന് ഇപ്പോൾ ഒരു സർജറിയോട് കഴിഞ്ഞു. ഇപ്പൊ നിലവിൽ 5 സർജറി എൻ്റെ വൈഫിന് കഴിഞ്ഞു. സ്തോത്രം. പ്രസവ സമയത്ത് ഡോക്ടർമാരെ അശ്രദ്ധ കൊണ്ട് നോർമൽ ഡെലിവറി ആയിട്ട് സർജറിയിൽ ഒരുപാട് കഷ്ടങ്ങൾ, രോഗങ്ങൾ, വേദനകൾ, സർജറികൾ ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ ഈ 40 വയസ്സിന് ഇടയ്ക്ക് എൻ്റെ വൈഫിന്റെ 34 വയസ്സിനോട് ഇടയ്ക്ക് നേരിടേണ്ടി വന്നെങ്കിലും ഇന്നും ഞങ്ങളെ ബലത്തോടെ ദൈവം നിർത്തിയിരിക്കുക, ഉറപ്പോടെ ദൈവം നിർത്തിയിരിക്കുക. ദൈവം നമ്മളെ നിർത്തും. ആമേൻ. ദൈവം ഇന്നും ശുശ്രൂഷകൾക്ക് ഞങ്ങൾ കടന്നു പോവുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞങ്ങള് കർത്താവിന്റെ വേലയിൽ കഴിയുന്നിടത്തോളം നീതിയോടെ, ന്യായത്തോടെ, എരിവോടെ കർത്താവിന്റെ വേല ചെയ്യാൻ ഞങ്ങൾ താല്പര്യപ്പെടും. എൻ്റെ വൈഫ് എന്ന് പറഞ്ഞു, ധൈര്യത്തോടെ പോയി സാക്ഷ്യം പറഞ്ഞിട്ട് വരാൻ പറഞ്ഞു. എവിടെയെങ്കിലും ഒരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ ഞാൻ പോകണോ എന്ന് അവളോട് ചോദിക്കും. അവളുടെ ഒരു അനുവാദം വേണം എന്ന് എനിക്ക് ചിന്ത. അവൾ പറയും, ഒരു ശുശ്രൂഷ പോലും കളയരുത്. ആമേൻ. സ്തോത്രം. ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം സർജറി ചെയ്ത് കിടക്കുമ്പോൾ 2 ദിവസവും അവൾ ഒരു ദിവസം സർജറി വാർഡിൽ, ഒരു ദിവസം റൂമിലായിരിക്കുമ്പോൾ വളരെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വേദനകൾ ഉണ്ടെങ്കിലും അവൾ പറഞ്ഞു, ശുശ്രൂഷകൾ മാറ്റിവെച്ചിട്ട് ഒന്നും ചെയ്യണ്ടേ, വെറുതെ ഇവിടെ ഇരുന്നാലും എന്റെ വേദന കണ്ടുകൊണ്ടിരിക്കത്തുള്ളൂ, ശുശ്രൂഷയ്ക്ക് പോകാൻ. ആ നിലയിൽ അവളെ ദൈവം വലിയ ബലം കൊടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയെ ഞങ്ങൾ ചോദിക്കുകയാണ്. ഞങ്ങളുടെ ഉള്ളിലെ ലക്ഷ്യം, കർത്താവ് വരുന്നത് വരെ, കർത്താവ് തരുന്ന അവസരങ്ങൾ മുഴുവൻ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും. കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, ഉയർച്ചകൾ, താഴ്ചകൾ ക്രിസ്തീയ ജീവിതത്തിന്റെ ഭാഗമാണ്. എപ്പോഴും വെളിച്ചമല്ല, എപ്പോഴും ഇരുട്ടുമല്ല, എപ്പോഴും നിറവല്ല, എപ്പോഴും ശൂന്യതയല്ല. ഇതെല്ലാം ജീവിതത്തിൽ കയറി വരും. പക്ഷെ എപ്പോഴും നമ്മുടെ കൂടെ കർത്താവുണ്ട്. എബ്രായ ലേഖനത്തിനകത്ത് ഇങ്ങനെ പറയുന്ന, ആകയാൽ കർത്താവ് നമുക്ക് തുണ, മനുഷ്യൻ നമ്മളോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. ആകയാൽ കർത്താവിന്റെ വേല ചെയ്യുന്ന, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ വാത്സല്യ ദൈവദാസന്മാരെ, ആമേൻ, നിങ്ങൾ തളരരുത്, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. നമ്മളെ വിളിച്ചവൻ വിശ്വസ്തനാണ്. അവൻ നമ്മളെ ശക്തീകരിക്കും. അവൻ നമ്മളുടെ വേല നിവർത്തിക്കാൻ കൂടെ ഇരിക്കും. നമുക്ക് വേദനകൾ, ആരോട് പറയാൻ കഴിയാത്ത ഗതസമനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, തകർച്ചകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതെല്ലാം ദൈവം അനുവദിക്കാതെ, അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. അതിൻ്റെ അകത്ത് പരീക്ഷയോടുകൂടെ നീക്കുപോക്ക് ഒരുക്കുന്ന വിശ്വസ്തനായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അവന്റെ പക്കൽ ജീവന്റെ ഉറവയുണ്ട്. നാം അവന്റെ പ്രകാശത്തിൽ നടക്കും. ആമേൻ. സ്തോത്രം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ തൽക്കാലം വിരമിക്കുകയാണ്. എനിക്ക് ഇങ്ങനെ ഒരവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസനോടും രോമ TVയോടും എന്നെ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും വിശേഷിച്ച് എൻ്റെ വൈഫിനെയും എൻ്റെ കുടുംബത്തെയും ഞങ്ങളുടെ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കണം.
ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു. ഞാനിപ്പോൾ ചെയ്യുന്ന ശുശ്രൂഷ പൊതു ശുശ്രൂഷകളാണ്. പല സഭകളിൽ കടന്നുപോയി ശുശ്രൂഷിക്കും. ദൈവം അയക്കുന്നിടത്ത്, സഭകൾ വിളിക്കുന്നിടത്ത് ഈ നിലയിൽ പോയി ശുശ്രൂഷിക്കുന്നു. കൺവെൻഷനുകളിൽ ദൈവവചനം പ്രസംഗിക്കാൻ ദൈവം അവസരം തരുമ്പോൾ ചെയ്യുന്നു. ഇതിനൊന്നും അവസരമില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഭവനങ്ങൾ കയറി ഇറങ്ങാനും വ്യക്തിപരമായി ട്രാക്റ്റുകൾ കൊടുക്കുവാനും ആണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. കാരണം എൻ്റെ ഉള്ളിലെ ആഗ്രഹം ആത്മാക്കൾ കർത്താവിന് വേണ്ടി നേടണം, രക്ഷിക്കപ്പെടണം. എൻ്റെ ആത്മഭാരം കൂടി. ഈ കഷ്ടത വന്നപ്പോൾ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു, അഭിഷേകം വർദ്ധിച്ചു, ശുശ്രൂഷയ്ക്ക് മൂർച്ച വർദ്ധിച്ചു. ഞങ്ങളുടെ ശുശ്രൂഷകൾ അനുഭവിക്കുന്നവർ, തളർന്നു കിടക്കുന്നവർ ചാടി എഴുന്നേൽക്കുവാൻ ഈ കഷ്ടത ഗുണമായി. ഫിലിപ്പിയ ലേഖനത്തിൽ പറഞ്ഞു, ഞങ്ങൾക്ക് സംഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമാക്കി ദൈവം തീർന്നു. പലതും ചോദ്യചിഹ്നങ്ങളായിട്ടുണ്ടെങ്കിലും എല്ലാത്തിനും ഉത്തരം യേശു ആണെന്ന് എനിക്കറിയാം. നമ്മുടെ കർത്താവ് നല്ലവൻ, അവൻ വിശ്വസ്തൻ. ഈ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ദൈവം. ആമേൻ. സ്തോത്രം. വളരെ ഹൃദയസ്പർശിയായ ഒരു ജീവിത അനുഭവം കർത്താവിൻ്റെ ദാസൻ അരുൺ ബേബിക്ക് പങ്കുവയ്ക്കുവാൻ സർവകൃപാലുവായ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദേവദാസൻ്റെ ബാല്യം മുതലുള്ള ഇങ്ങോട്ടുള്ള നല്ല ഓർമ്മകൾ, മാതാവിനെക്കുറിച്ചും പിതാവിനെക്കുറിച്ചും സഹോദരങ്ങളെക്കുറിച്ചും ജീവിതത്തിലെ ആ ബാല്യകാലത്തിലെ അനുഭവങ്ങളുമൊക്കെ ഒന്നൊന്നായി ഓർത്തെടുത്ത് പറയുവാൻ കർത്താവ് സഹായിച്ചു. ഒരുപാട് പ്രതിസന്ധികളുടെ നടുവിലൂടെയാണ് ആ കുട്ടിക്കാലവും ബാല്യവും ഒക്കെ കടന്നു പോയത്. എങ്കിലും സ്വർഗത്തിലെ ദൈവത്തിന് വലിയ പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവം ആ പദ്ധതിയിലേക്ക് വിളിച്ച് അടുപ്പിക്കുന്ന അനുഭവങ്ങളായിരുന്നു എന്ന് അത് മനസ്സിലാക്കുവാൻ കഴിയുന്നു. തീരത്ത് കിടക്കുന്ന ബോട്ടിന് ഒരിക്കലും ആഴത്തിലുള്ള മീനുകളെ പിടിക്കുവാൻ കഴിയില്ല. തീരത്ത് വല കഴുകിക്കൊണ്ടിരുന്നാൽ ആഴത്തിലെ മീന് കിട്ടില്ല. അതുകൊണ്ട് കർത്താവ് ആ പടകിൽ കയറി പത്രോസിനോട് പറഞ്ഞു, ആഴത്തിലേക്ക് വല വീശേണ്ടതിന് മുന്നോട്ട് പോക എന്ന് പറഞ്ഞു. അതെ, ജീവിതത്തിൻ്റെ ആ ഓളങ്ങളും തിരമാലകളും ഒക്കെ ആഞ്ഞു വീശുന്ന ആ ഒരു അനുഭവത്തിൻ്റെ നടുവിലേക്ക് പോയി ആഴത്തിലുള്ള ഒരുപാട് നന്മകൾ കോരിയെടുക്കുന്ന ആ പത്രോസിൻ്റെ ഒരു ചരിത്രം നമുക്ക് തിരുവെഴുത്തുകൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. ദൈവീയ അനുഗ്രഹങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മുകൾ പരപ്പിലല്ല, തീരത്തുമല്ല, അതിനുവേണ്ടി ചില ആഴങ്ങളിലേക്ക്, ചില അനുഭവങ്ങളുടെ നടുവിലൂടെ വ്യക്തികൾ കടന്നു പോകുവാൻ ഇടയായിത്തീരും. അതിന് ദൈവം അനുവദിക്കും, പക്ഷേ കൈവിടത്തില്ല. ദൈവം കൈവിടത്തില്ല. യേശു കൂടെയിരിക്കും. ആ കഷ്ടതയുടെ അനുഭവങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ എന്ന് ശിഷ്യന്മാർ നിലവിളിച്ച് ചോദിക്കുക. ഒറ്റയ്ക്കാണെന്നുള്ളൊരു ചിന്ത ഒരു പക്ഷേ നമുക്ക് തോന്നിയേക്കാം. അതൊരു കേവലം ഒരു തോന്നലുകൾ മാത്രമാണ്. കർത്താവ് നമ്മളെ ആ തോന്നലുകൾ പോലും നമ്മുടെ ഹൃദയത്തിൽ വരുവാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവ് അവരെ ശാസിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒരു തോന്നൽ കൊണ്ടുപോലും, ഒരു വാക്ക് കൊണ്ടുപോലും കർത്താവിനെ നമ്മൾ സംശയിക്കുവാനോ തെറ്റിദ്ധരിക്കുവാനോ പാടില്ല. കാരണം കർത്താവ് വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അക്കരയ്ക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ശിഷ്യന്മാരോട് പറഞ്ഞതല്ല, നടുക്കടലിൽ മുങ്ങിത്താഴുവാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുവാൻ കർത്താവ് നമ്മളെ ഉപദേശിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, അതിൻ്റെ അനുഭവങ്ങൾ പലത് കടക്കേണ്ടി വന്നുവെങ്കിലും, വലിയ വില കൊടുക്കേണ്ടി വന്നുവെങ്കിലും, വലിയ വിലയുള്ള ചില കാര്യങ്ങൾ കർത്താവ് കരങ്ങൾ ഭരമേൽപ്പിച്ചിരിക്കുന്നു. അതിൽ ചിലത് എടുത്തു പറയാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ഓർപ്പിക്കുന്നത്, സുവിശേഷ ദാഹം ഉള്ള ഒരു ഹൃദയം കർത്താവിൻ്റെ ദാസന് ദൈവം തന്നിട്ടുണ്ട്. ആത്മാക്കളെക്കുറിച്ചുള്ളൊരു ഭാരം കർത്താവിൻ്റെ ദാസൻ്റെ ഹൃദയത്തിൽ ദൈവം തന്നിട്ടുണ്ട്. ആ കുടുംബത്തിന്, പ്രത്യേകിച്ച് കർത്താവിൻ്റെ ദാസിയുടെ ജീവിതാനുഭവങ്ങൾ ഇപ്പോൾ ഓർപ്പിക്കുകയുണ്ടായി. സിസ്റ്ററിൻ്റെ പേര് ലൗബി എന്ന് പറഞ്ഞല്ലോ. അതെ, ആ വാത്സല്യ സഹോദരി ശാരീരികമായി പല പ്രയാസങ്ങളുടെ നടുവിലൂടെ ഇപ്പോൾ കടന്നു പോവുകയും ട്രീറ്റ്മെൻറ്റുകൾക്കൊക്കെ വിധേയപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എങ്കിലും അതിൻ്റെ നടുവിലും
അങ്ങനെ ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടായപ്പോഴും പിന്മാറാതെ ക്രിസ്തു യേശുവിനോടുള്ളതായ ആ സ്നേഹം, വിളിച്ചവൻ്റെ വിളിയെ പിന്മാറാതെ ഉറച്ചു നിന്ന് കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിപ്പാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കേൾക്കുവാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പാരമ്പര്യത്തിൻ്റെ പൈതൃകം ഒരുപാട് പറയുവാനുണ്ടെങ്കിൽ പോലും അതൊന്നും ഉയർത്തി കാണിക്കാതെ കർത്താവിൻ്റെ സ്നേഹം ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അതിനെയൊക്കെ ഇട്ടെറിഞ്ഞിട്ട് ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനും കർത്താവിൻ്റെ വേലയ്ക്കിറങ്ങി തിരിപ്പാനും പിന്നത്തേതിൽ ആ പിതാവിൻ്റെ ജീവിതത്തിൽ പോലും ക്രിസ്തുയേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമാർന്ന അനുഭവങ്ങൾ ഉണ്ടാകുവാനും ഇന്ന് ആ കുടുംബം എല്ലാവരും കർത്താവിന് വേണ്ടി കർത്താവിനെ സാക്ഷ്യം വഹിക്കുന്നവരും പ്രയോജനപ്പെടുന്നവരും കർത്താവിൻ്റെ വേലയിലും ആയിരിക്കുവാൻ ദൈവം ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ കഴിഞ്ഞു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, നാം കേട്ടുകൊണ്ടിരുന്ന ജീവിതാനുഭവങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ പല വിഷയങ്ങൾക്കും മറുപടി എന്ന നിലയിൽ അത് ഏറ്റെടുക്കുവാൻ തയ്യാറാകുമെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾ കേട്ടതായ ഈ ജീവിതാനുഭവം ഒരു അനുഗ്രഹമായി തീരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ചിലപ്പോഴെങ്കിലും നമ്മൾ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. നമ്മൾ ജനിച്ചു വളർന്ന ആ ഒരു പാരമ്പര്യമാണ് ശരിയെന്ന് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചു പോകാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും തിരിച്ചറിയുമ്പോൾ മാത്രമേ ശരിയായ ആ ഒരു വഴിയിലേക്ക് നമുക്ക് യാത്ര ചെയ്യുവാൻ കഴിയുകയുള്ളൂ. നമ്മൾ ജനിച്ചതുകൊണ്ടോ വളർന്നു വന്നതുകൊണ്ടോ ആ പശ്ചാത്തലം ശരിയായിരിക്കണമെന്നില്ല. അതുകൊണ്ട് വ്യക്തികൾക്ക് ജീവിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന അവസരങ്ങളും ആയുസ്സും ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവസന്നിധിയിൽ നാം ഒരുക്കപ്പെടേണ്ടതിന് വേണ്ടി നാം സുബോധമുള്ളവരായിരിക്കുവാൻ, തിരിച്ചറിയുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയായി തീരുമാറാകട്ടെ. ഈ അനുഭവത്തിലേക്ക് വന്നിട്ടും പഴയ മാതിരി ജീവിതം നയിക്കുന്നവരും ലോകത്തിൻ്റെതായ വഴികളിൽ ലോകത്തിൻ്റെതായ സമ്മർദ്ദത്തിന് വിധേയപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. നിശ്ചയമായിട്ടും ദൈവം മുൻപാകെ അതിനൊക്കെ നാം കണക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തികൾ എല്ലാം ദൈവം മുൻപാകെ അത് കറപുരണ്ട തുണി പോലെ ആയിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന വിശുദ്ധിയിലേക്ക്, കർത്താവ് ആഗ്രഹിക്കുന്ന ആ ഒരു വഴിയിലേക്ക് ഒരുക്കപ്പെട്ടു വരുവാൻ, ആ ക്രൂശിലെ രക്തത്താൽ കഴുകപ്പെട്ട് നാം എല്ലാവരും നിർമ്മലരായി ദൈവം മുൻപാകെ നിൽക്കുവാൻ നമുക്കിടയായി തീരട്ടെ. അതുപോലെ തന്നെ ഈ പ്രിയപ്പെട്ടവൻ നമ്മോട് പങ്കുവച്ചു തൻ്റെ ജീവിത പങ്കാളി ഇപ്പോൾ കടന്നു പോകുന്നതായ ചില അനുഭവങ്ങൾ. നമുക്ക് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ആ സഹോദരിയുടെ സൗഖ്യത്തിന് വേണ്ടി, ആ കുടുംബത്തിലെ പ്രിയപ്പെട്ടവർ കർത്താവിൻ്റെ വേലയിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ കർത്താവ് ഒരു ശക്തമായി ഉപയോഗിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിശ്ചയമായിട്ടും നമ്മുടെ പ്രാർത്ഥന അവർക്ക് വിടുതലായി കോട്ടയായിരിക്കുവാൻ ഇടയായിത്തീരും. ഈ സമയത്ത് നമുക്കൊരു നിമിഷം ആമേൻ നിങ്ങളായിരിക്കുന്നിടത്ത് ഈ ദൈവദാസന് കുടുംബത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ അരുൺ ബേബി, അരുൺമാ ടിവിയുടെ ശ്രോതാക്കൾക്ക് കൊണ്ട് ഒരു നിമിഷം നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വസ്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ചെലവഴിക്കാൻ നൽകിയ നല്ല സമയത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അരോമ ടിവിക്കായി സ്തോത്രം. കർത്താവിന്റെ അഭിഷിക്ത ദാസനായി സ്തോത്രം ചെയ്യുന്നു. ഇതിലെ പ്രേക്ഷകർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ എന്നെ വിളിച്ച് വേർതിരിച്ച് നടത്തിക്കൊണ്ടുവന്ന പാതകളെ കുറിച്ചുള്ള അനുഭവ സാക്ഷ്യങ്ങൾ, ദൈവം പഠിപ്പിച്ച, ദൈവം കരുതിയ, ദൈവം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന പാതകളെ കുറിച്ച് ആമേൻ അല്പമായി സംസാരിപ്പാൻ ദൈവം ഒരുക്കിയ നല്ല സാവകാശത്തിനായി സ്തോത്രം. ഈ നല്ല സാഹചര്യത്തിനായി, ഈ ഓൺലൈൻ TV പ്രോഗ്രാമിനായി സ്തോത്രം ചെയ്യും. കർത്താവേ, ഇതിലെ പ്രേക്ഷകരായി ഇത് കേൾക്കുന്ന എല്ലാവരെയും സ്വർഗസ്ഥനായ ദൈവം അനുഗ്രഹിക്കണം. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ, കർത്താവിന് വേണ്ടി നിലനിന്ന് ഫലം കായ്ക്കുവാൻ, നന്മയും തിന്മയും ഉയർച്ചയും താഴ്ചയും ജീവിതത്തിൽ ദൈവം കടത്തിവിടുന്ന എല്ലാ കാലഘട്ടത്തിലും കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ, ഒന്നിന്റെ മുമ്പിൽ തലകുനിക്കാതെ, ഒന്നിന്റെ മുമ്പിൽ പകച്ചു നിൽക്കാതെ, യേശുവിൽ ആശ്രയിച്ച്, യേശുവിനെ അനുഗമിച്ച്, യേശുവിനെ ആരാധിച്ച് മുന്നോട്ട് പോയി ജയമെടുക്കുവാൻ, യേശു ക്രിസ്തു മുഖാന്തരമുള്ള ജയജീവിതത്തിന് എല്ലാവരെയും സഹായിക്കണം. എല്ലാ പോരാട്ടങ്ങളെയും ഇവർ ജയിക്കട്ടെ. എല്ലാ വെല്ലുവിളികളെയും ഈ പ്രിയപ്പെട്ടവർ ജയിക്കട്ടെ. എല്ലാ മേഖലകളും
ഇവർ ജയാളികളായി തീരുവാൻ, ക്രിസ്തുവിൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന്റെ ആ ജയം സമസ്ത മേഖലകളിലും ഇതിലെ പ്രേക്ഷകരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവം നൽകണമേ. ജോലിയില്ലാത്തവർക്ക് ജോലികളെ നൽകണം. ആമേൻ. സഭാ ശുശ്രൂഷ ചെയ്യുന്നവരെ വീണ്ടും അനുഗ്രഹിക്കണം. ഗുജറാത്തിലെ വേലകളെ കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ആ പ്രവർത്തനങ്ങൾ കർത്താവ് അനേക രാജ്യങ്ങൾക്ക്, അനേക ആത്മാക്കളുടെ രക്ഷയ്ക്ക്, രാജ്യങ്ങൾക്ക്, പട്ടണങ്ങൾക്ക് അത് വലിയ വെളിച്ചത്തിന്റെ ദൂതവാഹിയായി മാറേണ്ടതിനായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഞങ്ങളെ എല്ലാവരെയും സമർപ്പിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചു പാവം യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗസ്ഥ പിതാവേ. ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അരുൺ ബേബി. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിന്റെ ദാസനോട് കുടുംബാംഗങ്ങളുടേതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ പ്രത്യേകം കർത്താവിന്റെ ദാസിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ സൗഖ്യം കർത്താവ് തരട്ടെ. കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ അവസരങ്ങളെ നിങ്ങൾ കുടുംബമായി ദൈവം ഒരുക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ ജീവിതാനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ടതിലൂടെ ദൈവനാമമായി കൂടെ മുഖാന്തരമായി തരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. ഞങ്ങളെ ബന്ധപ്പെടുക. അതുപോലെ തന്നെ aroma.tv.co.in എന്ന വെബ്സൈറ്റ് നിങ്ങൾ സന്ദർശിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവ സാക്ഷ്യവുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.